1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-10 വചനങ്ങൾ. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യൻ ആയിരുന്നു. അവൻ്റെ അമ്മ ഞാനവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. പ്രാർത്ഥിക്കാം. അപേക്ഷിച്ചതിനെ നൽകുന്ന കർത്താവേ, ഈ പ്രാർത്ഥനാ സ്ഥലത്ത് അങ്ങയുടെ മക്കൾ വന്നു കൂടിയിരിക്കുന്നത് അങ്ങയോട് പ്രാർത്ഥിക്കാനാണല്ലോ. അതുകൊണ്ട് തുടർന്നുള്ള സമയം ഞങ്ങൾ ധ്യാനിക്കുന്ന വാക്കുകൾ, അടിയൻ്റെ വായിലെ വാക്കുകൾ, ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ ചിന്തകളും അങ്ങയ്ക്ക് പ്രസാദമുള്ളതാക്കണമേ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾ കേൾക്കട്ടെ. ഞങ്ങളുടെ ഹൃദയങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ശ്രദ്ധയോടെ വചനം കേട്ട് അനുഗ്രഹം പ്രാപിക്കാൻ സഹായിക്കണമേ. തകർന്ന ഹൃദയങ്ങളെ മുറിവ് കെട്ടണമേ. ആശ്വാസമില്ലാത്തവർക്ക് ആശ്വാസം നൽകണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കണമേ. ഓരോരുത്തരോടും ഇടപെട്ടുകൊണ്ടിരിക്കണമേ. സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ലളിതവും ശക്തിയേറിയതുമായ ഒരു പ്രാർത്ഥന. നമ്മളിവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ 32 വർഷമായി നമ്മളിവിടെ വരുന്നത് പ്രാർത്ഥിക്കാനാണ്. സ്തോത്രം. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. പക്ഷേ ഇവിടുത്തെ പ്രസംഗങ്ങളും ഇവിടുത്തെ പാട്ടുകളും ആരാധനകളുമൊക്കെ പ്രാർത്ഥിക്കാൻ നമ്മളെ കൂടുതൽ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ്. ഇവിടെ പ്രാർത്ഥന നടത്തുന്നവർക്ക് പ്രത്യേകം ശക്തിയുള്ളത് കൊണ്ടല്ല, പ്രത്യുത ഇവിടെ പ്രാർത്ഥന നടത്തുന്നവർ നിങ്ങളെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മളും നിങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം. നമ്മളെന്തിനാണ് പള്ളിയിൽ പോകുന്നത്? പള്ളിയെക്കുറിച്ച് കർത്താവ് ഒരു നിർവചനം പറഞ്ഞിട്ടുണ്ട്. പള്ളിയെക്കുറിച്ച് കർത്താവ് പറഞ്ഞത്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നാണ്. എൻ്റെ ആലയം, ദൈവത്തിൻ്റെ ആലയത്തിൽ നമ്മൾ പോകുന്നത് പ്രാർത്ഥിക്കാനാണ്. പ്രാർത്ഥിക്കാനായിരിക്കണം. അവിടെ പ്രാർത്ഥന നടക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. പ്രാർത്ഥനയ്ക്ക് എന്നും ശക്തിയുണ്ട്. ബൈബിളിലെ പല പ്രാർത്ഥനകളും ലളിതമായ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ ഫലത്തിനാണ് ശക്തിയുള്ളത്. പ്രാർത്ഥിക്കുന്ന ആളിൻ്റെ ശക്തിയല്ല, പ്രാർത്ഥനയുടെ രീതിയുടെ ശക്തിയല്ല. ശക്തിയോടെ പ്രാർത്ഥിക്കുക, ശക്തമായി പ്രാർത്ഥിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ കുറേ ഒച്ച വെച്ചോ ശക്തിയെടുത്തോ പ്രാർത്ഥിക്കണം എന്നതല്ല. പ്രാർത്ഥിക്കുന്നതിൽ ഉള്ള ശക്തിയല്ല,
പ്രാർത്ഥനയുടെ ഫലത്തിനാണ് ശക്തിയുള്ളത്. ബൈബിളിലെ പല പ്രാർത്ഥനകളും ലളിതമായ പ്രാർത്ഥനകളാണ്. ഹൃദയത്തിലെ ആത്മാർത്ഥതയും വേദനയുമാണ് ദൈവം നോക്കുന്നത്. സങ്കീർത്തനം 51:17 നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ പറയുന്നു, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ല. ഹല്ലേലൂയ! എത്ര നല്ല വചനമാണത്. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്. എത്രത്തോളം ആത്മാർത്ഥതയാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കുണ്ട് എന്നതാണ്. യേശു തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ച ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ പറയുകയാണ്, ഒരാൾ ഒരു അവകാശവാദങ്ങളും പറയാതെ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ കർത്താവേ, എനിക്ക് മറ്റൊന്നും പറയാനായിട്ടില്ല, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. തൊട്ടടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി എന്നാണ്. സ്തോത്രം! ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ, ഹൃദയം നൊന്ത് അപേക്ഷിക്കുന്ന അപേക്ഷകൾ. ഇന്ന് അന്ധവിശ്വാസങ്ങൾ ഒരുപാടുള്ള ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ക്രിസ്ത്യാനികൾക്കും ഒരുപാട് അന്ധവിശ്വാസങ്ങളാണ്. ഇതിനെ മുതലെടുക്കുന്ന ഒരുപാട് മന്ത്രവാദികൾ, ആഭിചാരക്രിയകൾ ചെയ്യുന്നവർ, പ്രാർത്ഥനക്കാർ, സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രവാചകന്മാർ, സ്വയപ്രഖ്യാപിത അപ്പോസ്തലന്മാരൊക്കെ ഉള്ള ഒരു കാലമാണ് നമ്മൾ ജീവിക്കുന്നത്. അവർ നമ്മുടെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്യാൻ വേണ്ടി ആഭിചാരമുണ്ടെന്നും നിങ്ങൾക്ക് കൈവശമുണ്ടെന്നും ഒക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും. പേടിപ്പിച്ചിട്ട് പലതരം കാര്യങ്ങളും അവർ ചെയ്യും. പ്രാർത്ഥിച്ച് വെള്ളം വിൽക്കുക, പ്രാർത്ഥിച്ച് പഴം വിൽക്കുക, എണ്ണ വിൽക്കുക, പ്രാർത്ഥിച്ച് തേന് വിൽക്കുക, എന്തിനധികം പ്രാർത്ഥിച്ച് പഴംതുണി വരെ വിൽക്കുന്ന പ്രാർത്ഥനാ സ്ഥലങ്ങളുണ്ട്. വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത നമ്മുടെ കുറേ ആൾക്കാർ അവിടേക്ക് ഓടിപ്പോകും. ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കണം. അവിടെ പോകുന്ന അന്ധവിശ്വാസികളായ ക്രിസ്ത്യാനികൾ എന്നും പട്ടിണിക്കാരും ദരിദ്രരും പ്രശ്നങ്ങൾ നിറഞ്ഞവരുമായിട്ട് തന്നെ ജീവിക്കും. പക്ഷേ ഈ പ്രാർത്ഥനക്കാർ ദിനം പ്രതി വളരുന്നത് കാണാം. അവർക്ക് വലിയ വീടുണ്ടാകും, വാഹനങ്ങൾ ഒരുപാടും വരും, അവർ പണക്കാരാകും. അങ്ങനെ അവർ വളരുകയും ചെയ്യും. അവിടെ പോകുന്ന നിങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യർ എന്നുമെന്നും സാധുക്കളായി ചൂഷണത്തിന് വിധേയപ്പെട്ട് ജീവിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കുറച്ച് പേര് മാത്രം എന്നെപ്പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംസാരം കേൾക്കാൻ വലിയ സുഖമില്ലാത്തത് കൊണ്ട്, ആരെയും സുഖിപ്പിച്ച് പറയാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടും അവിടത്തേക്കുള്ള തിക്കും തിരക്കും കുറയുകയും ചെയ്യും. തട്ടിപ്പുകൾ, അത് കുറേ കാലം ഇങ്ങനെ തട്ടിക്കുമ്പോൾ മാത്രമേ ഇത് തട്ടിപ്പായിരുന്നല്ലോ എന്ന് ആൾക്കാർക്ക് ബോധ്യം വരൂ. ഇവിടെയാണ് ലളിതമായ പ്രാർത്ഥനയെക്കുറിച്ച് ഒരിക്കൽ കൂടെ നിങ്ങളെ ഞാൻ 2025 ഒന്നാം സെക്കൻഡ് സാറ്റർഡേ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ ഒട്ടും കുറവുള്ളവരല്ല. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സവും ഇല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥന വെറുക്കുന്നുമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീ ആരടാ ഇറങ്ങിപ്പോ എന്ന് ദൈവം ഒരിക്കലും പറയില്ല. നിങ്ങൾ കരഞ്ഞാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ മനസ്സ് നോവുമ്പോൾ
നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കുന്ന ഒരു കർത്താവാണ് നമ്മളുടെ കർത്താവ്. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം അപ്പോസ്തലൻ്റെ കൂടെ എന്നല്ല, ദൈവം നമ്മോടുകൂടെ എന്നാണ്. ദൈവം ഈ ലോകത്തോടു കൂടെ, ദൈവം തകർന്ന ഹൃദയത്തോടു കൂടെ, ദൈവം നിങ്ങളോടുകൂടെ, നമ്മോടുകൂടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളാരും പ്രാർത്ഥനയിലോ വിശ്വാസത്തിലോ കുറവുള്ളവരല്ല. ചില ആൾക്കാർ ചിന്തിക്കും, എൻ്റെ പ്രാർത്ഥന എങ്ങനെ കേൾക്കും? ഞാനൊരു പാപിയല്ലേ, ഞാൻ കുറവുള്ളവളല്ലേ, കുറവുള്ളവനല്ലേ? കുറവുകളും പാപങ്ങളും ദൈവത്തോട് ഏറ്റു പറയണം എന്നുള്ളത് മാറ്റമില്ലാത്ത കാര്യമാണ്. പക്ഷേ കുറവുള്ളവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ലെങ്കിൽ ഈ ലോകത്തിൽ പിന്നെ ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കാൻ പോകുന്നത്? കാരണം എല്ലാവരും പാപം ചെയ്തു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് ബൈബിൾ പറയുന്നു. അതുകൊണ്ട് നീതിയോടും ന്യായത്തോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ ദൈവം മുൻപാകെ ജീവിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നത് സത്യം തന്നെ. അതേസമയം വേദനകളോടും ഭാരങ്ങളോടും കൂടിയിരിക്കുന്ന നിങ്ങളുടെയും നിങ്ങളുടെ വേദനകളുടെയും ഉത്തരമില്ലാത്ത നിങ്ങളുടെ ചോദ്യങ്ങളുടെയും പ്രാർത്ഥനകളും തീർച്ചയായിട്ടും ദൈവം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഈ വർഷം മുഴുവനുമായി ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത് ലളിതമായ പ്രാർത്ഥനകൾ നിർത്തരുത്, ആ പ്രാർത്ഥനയ്ക്കാണ് ഏറെ ശക്തിയുള്ളത് എന്നാണ്. നിങ്ങളുടെ പ്രാർത്ഥന, ശക്തിയേറിയ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒച്ച വച്ചോ ബഹളം വച്ചോ തന്നെ പ്രാർത്ഥിക്കണം എന്നല്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. പക്ഷേ ആത്മാർത്ഥമായ ഹൃദയത്തോടെ, ഒരു വാക്കും വായിൽ നിന്ന് വന്നില്ലെങ്കിലും കണ്ണുനീരോടെ തകർന്ന ഹൃദയത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് ആത്മാർത്ഥമായി പറയുന്നതാണ് പ്രാർത്ഥന. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലത് എന്ന് തിരുവചനം പറയുന്നു. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള മനുഷ്യനിൽ കൂടുതൽ നിങ്ങൾ ആശ്രയം വയ്ക്കാൻ പോകുന്നത്? പണം തരിക, പ്രാർത്ഥിക്കാം. പൈസ കൊടുത്ത് തേന് വാങ്ങിച്ചുകൊണ്ട് കുടിക്കുക, പൈസ കൊടുത്ത് റെസിപ്റ്റ് കൊടുത്ത് വാങ്ങി മരുന്ന് വാങ്ങുന്നത് പോലെ എണ്ണ വാങ്ങിക്കൊണ്ട് കുടിക്കുക. ഇതെല്ലാം ശുദ്ധ തട്ടിപ്പാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. കാരണം ഒന്നാമത് ഇതൊന്നും വചനത്തിലുള്ളതല്ല, രണ്ട് ദൈവം ഇതിലൊന്നും പ്രസാദിക്കുന്നുമില്ല. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. ദൈവത്തോട് പരമാർത്ഥ ഹൃദയത്തോടെ ലളിതമായി പ്രാർത്ഥിക്കൂ, സ്തോത്രം ചെയ്ത് വിശ്വാസത്തോടെ കാത്തിരിക്കൂ. ചില പ്രാർത്ഥനകൾക്ക് ഉടൻ അതുപോലെ മറുപടി വരണമെന്നില്ല. ഞാൻ കഴിഞ്ഞ അനേക വർഷങ്ങളായി എനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഒരുപാട് പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങളെപ്പോലെ തന്നെ എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങൾ 99% ദിവസങ്ങളും 1 മണിക്കൂർ സമയം ഞാൻ ദിവസം പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കുന്ന ആളാണ്. എത്രയോ പ്രാർത്ഥനകൾ ദിവസം പ്രതി ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്രയോ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വന്നിട്ടേയില്ല. എത്രയോ പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം വരുന്നില്ല. എന്നാൽ എത്രയോ പ്രാർത്ഥനകൾക്ക് അത്ഭുതകരമായി ഉത്തരം ലഭിക്കുന്നു. പ്രാർത്ഥിക്കാത്ത കാര്യങ്ങളും ദൈവം തരുന്നു. പൗലൂസ് ഒരു കാര്യത്തിന് വേണ്ടി 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അദ്ദേഹം അസാധാരണമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടിരുന്ന ആളാണ്. അസാധാരണമായി, എക്സ്ട്രാ ഓർഡിനറി വേ. പക്ഷെ അദ്ദേഹം 3 പ്രാവശ്യം ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടിയില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചതുപോലെ തൻ്റെ ജഡത്തിൽ നിന്ന് ആ ശൂലം മാറിയില്ല. പക്ഷെ ഉത്തരം വന്നത് ഇങ്ങനെയായിരുന്നു: എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഹല്ലേലൂയ. എൻ്റെ കൃപ നിനക്ക് മതി,
നിന്റെ ജഡത്തിലെ ശൂലം നിനക്കുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ കൃപ നിനക്ക് മതി. സ്തോത്രം. ചില സമയങ്ങളിൽ നമ്മളോട് ദൈവം അങ്ങനെ തന്നെ പറയുന്നു, എൻ്റെ കൃപ നിനക്കുണ്ട്, നിന്റെ മേൽ എൻ്റെ കൃപയുണ്ട് എന്ന് ദൈവം പറയുന്നു. നമ്മുടെ ചോദിക്കുന്നത് പോലെ ഉത്തരം കിട്ടുന്നില്ല എന്ന് വെച്ച് പ്രാർത്ഥനകൾ നിർത്തണ്ട. യബ്ബേസിൻ്റെ പ്രാർത്ഥനയുടെ അമൂല്യത എന്ന് പറയുന്നത് അതാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, അനർത്ഥങ്ങൾ എനിക്ക് വ്യസന കാരണമായി തീരരുതേ. ഒരുപാട് അനർത്ഥങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് വരാം, പക്ഷെ അതൊന്നും എനിക്കൊരു വിഷാദത്തിന് കാരണമായി തീരരുത്. അതൊന്നും എന്നെ ഒരു ഡിപ്രഷനിലേക്ക് നയിക്കരുതേ. അനർത്ഥം എനിക്ക് വ്യസന കാരണമായി ഭവിക്കരുതേ. അനർത്ഥങ്ങൾ ദൈവവിശ്വാസം നഷ്ടപ്പെടാൻ കാരണമാകരുതേ എന്നാണ് അതിൻ്റെ അർത്ഥം. അനർത്ഥം എന്നെ വിഷാദത്തിലേക്ക് നടത്തരുതേ. എൻ്റെ വിശ്വാസം കുറഞ്ഞു പോകാൻ ഇടയാക്കരുതേ. അനർത്ഥം വരരുതേ എന്നല്ല, അനർത്ഥം വരുന്നു, പക്ഷേ അത് എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയാൻ ഇടയാകരുതേ. ശക്തിയേറിയ പ്രാർത്ഥനയാണത്. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് ആ യബ്ബേസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് തന്നെയാണ്. വെറും 2 വാക്യങ്ങളിലാണ് യബ്ബേസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. യബ്ബേസിനെ കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. യബ്ബേസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഞാനിവിടെ ഒരുപാട് വിശദീകരിക്കുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ യബ്ബേസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. 2 വാക്യങ്ങളിൽ 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-10 വാക്യങ്ങളിലാണ് യബ്ബേസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദിനവൃത്താന്ത പുസ്തകം എന്ന പുസ്തകം തന്നെ ചരിത്രങ്ങളാണ്, ക്രോണോളജിയാണ്. ഒന്നുകൂടെ ചരിത്രം എഴുതിയിരിക്കുന്നതാണ്. അതാണ് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം. ഈ ചരിത്ര ഗ്രന്ഥത്തിൽ പ്രാധാന്യമില്ലാത്ത ആൾക്കാരെ ആരും തന്നെ പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ളവരെ അവരുടെ പേരുകൾ മാത്രം പറഞ്ഞ് വിട്ടിട്ടുള്ളതേ ഉള്ളൂ. പക്ഷെ അതിപ്രധാനമുള്ളവരെ മാത്രമേ എന്തെങ്കിലും അവരെക്കുറിച്ച് 1-2 വചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളൂ. യബ്ബേസിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പഴയ നിയമത്തിലില്ലെങ്കിലും യബ്ബേസിനെ കുറിച്ച് യഹൂദ പുസ്തകങ്ങളിൽ, ചരിത്രത്തിൽ, ട്രഡിഷനിൽ, പാരമ്പര്യ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ആരായിരുന്നു യബ്ബേസ്? യബ്ബേസ് അക്കാലത്തെ ഒരു പ്രസിദ്ധനായ ന്യായപ്രമാണ പണ്ഡിതനായിരുന്നു അത്രേ. യബ്ബേസ് ഒരു വലിയ റബായി, ഒരു റബി ആയിരുന്നു അത്രേ, ഒരു ഗുരുവായിരുന്നു അത്രേ. യബ്ബേസ് അന്നത്തെ കാലത്തെ ഒരു ജൂയിഷ് സ്കോളർ ആയിരുന്നു, ഒരു വലിയ പണ്ഡിതനായിരുന്നു അത്രേ. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ധാരാളം പേർ പഠിക്കാനായി വരുമായിരുന്നു അത്രേ. ഇതൊക്കെ ജൂയിഷ് ട്രഡീഷണൽ ബുക്കിലുള്ളതാണ്, ബൈബിളിൽ ഉള്ളതല്ല. അങ്ങനെ യബ്ബേസിൻ്റെ അടുക്കൽ ധാരാളം പേർ വന്ന് ഒരുപാട് ബഹുമാനിക്കപ്പെടുന്ന ഒരു വെൽ റെസ്പെക്റ്റഡ് ആൻഡ് റെപ്യൂട്ടഡ് പേഴ്സണാലിറ്റി ആയിരുന്നു, വ്യക്തിയായിരുന്നു യബ്ബേസ്. അങ്ങനെ ഒരു വലിയ ഗുരുവായി, ഒരു റബ്ബായിയായി, ഒരു റബിയായി യബ്ബേസ് മാറാൻ എന്താണ് കാരണം? അതാണ് ഈ 2 വാക്യങ്ങളിൽ പറയുന്നത്. അപ്പം അന്ന് അറിയപ്പെട്ടിരുന്ന ഒരാളായിരുന്നത് കൊണ്ടാണ്, യഹൂദന്മാരുടെ അറിയപ്പെട്ടിരുന്ന ഒരാളായിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും അവിടെ പറയാതെ തന്നെ ഈ 2 വചനങ്ങളിലൂടെ ധാരാളമായി അദ്ദേഹം എങ്ങനെയാണ് മാന്യനായത്, എങ്ങനെയാണ് ഒരു വെൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഇത്രയും ബഹുമാന്യനായ ഒരാളായത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അവിടെ പറയുന്നത് യബ്ബേസ്, അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ വേദനയോടെ അല്ലെങ്കിൽ വ്യസനത്തോടെ പ്രസവിച്ചു. എല്ലാ അമ്മമാരും മക്കളെ വേദനയോടെയാണ് പ്രസവിക്കുന്നത്. പക്ഷെ ഇവിടെ എന്തോ ഒരു എക്സ്ട്രാ അസാധാരണമായ ഒരു വേദന അമ്മയ്ക്കുണ്ടായിരുന്നു. ഒരു മാനസിക സംഘർഷമായിരിക്കാം,
ശാരീരികമായ പീഡയായിരിക്കാം, അവർ കടന്നുപോയ ഒരു പ്രത്യേക സാഹചര്യമായിരിക്കാം ഒരു വ്യസനകാലത്ത് ഈ മോനെ പ്രസവിച്ചു. അതുകൊണ്ട് ഈ അമ്മ അവന് വ്യസനം എന്ന് പേരിട്ടു, വേദന എന്ന് പേരിട്ടു. എബേസ് എന്ന വാക്കിൻ്റെ അർത്ഥം വേദന അല്ലെങ്കിൽ വ്യസനം എന്നാണ്. എന്നാൽ വേദന എന്ന് പേരിട്ട് ഈ കുഞ്ഞ് വളർന്ന് അവൻ്റെ സഹ കുട്ടികളോടൊപ്പം യഹൂദ മതഗ്രന്ഥ പാഠശാലയിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മതപാഠശാലയിൽ പഠിക്കുമ്പോൾ എല്ലാവരും നല്ല നല്ല പേരുകൾ വിളിക്കുമ്പോൾ അബ്രഹാമെന്നും ഇസഹാക്കെന്നും ദാവീദെന്നും ശലോമോനെന്നും വലിയ വലിയ പേരുകൾ വിളിക്കുമ്പോൾ ഇവനെ മാത്രം വേദന എന്ന് വിളിക്കുന്നു. എബേസ്, വ്യസനം, വേദന. അങ്ങനെ ഒരു പേര് ആരെങ്കിലും ഇടുമോ? കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഒറീസയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒറീസ ഡയസിസിൽ വളരെ പ്രസിദ്ധനായ ഒരാളിൻ്റെ പേര് ക്ലേശപ്രധാൻ എന്നാണ്. ക്ലേശം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾക്ക് ക്ലേശൻ എന്ന് പേരിട്ടത്? ക്ലേശപ്രധാൻ. അദ്ദേഹം വളരെ ഫേമസ് ആണ്, അവിടെ ഡയസിസ് സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അമ്മ അങ്ങനെയാണ് പേരിട്ടത്, ക്ലേശപ്രധാൻ. അപ്പം അങ്ങനെയൊക്കെ ആൾക്കാർ പേരിടാറുണ്ട് അത്രേ. ഈ 20-ാം നൂറ്റാണ്ടിൽ, അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ കാലത്ത് ജനിച്ച ആളാണ്. ഇപ്പം തന്നെ അദ്ദേഹത്തിന് 10-70 വയസ്സ് പ്രായം വരും. ഇപ്പോൾ ഈ കാലത്ത് അങ്ങനെ പേരിടുന്നുണ്ടെങ്കിൽ എബേസിൻ്റെ കാലത്ത് അങ്ങനെ പേരിടുന്നതിൽ ഒരു അതിശയവുമില്ല. എന്നാൽ എബേസ് വളർന്നു വന്നപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും വേദന, പെയിൻഫുൾ എന്ന് വിളിക്കാൻ തുടങ്ങി. തനിക്ക് അറിവ് വന്നപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഇസ്രായേലിൻ്റെ ദൈവത്തോട്, വളരെ മനോഹരമായി അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തോടെന്നല്ല, ഇസ്രായേലിൻ്റെ ദൈവത്തോട്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്? ബൈബിളിൻ്റെ വ്യാഖ്യാനികൾ പറയുന്നത് ഇസ്രായേലിൻ്റെ ദൈവം എന്ന് പറയാൻ കാരണം യാക്കോബിനെ ഇസ്രായേലാക്കിയ ദൈവം എന്ന അർത്ഥത്തിലാണ്. ഉപായിയായ യാക്കോബ് എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ വിടുകയില്ല എന്ന് ദൈവദൂതനോട് പൊരുതി പറഞ്ഞപ്പോൾ, ഇനി നീ യാക്കോബ് അല്ല, ഉപായി അല്ല, ഇനി നിന്റെ പേര് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് ദൈവം പറഞ്ഞവൻ്റെ പേര് മാറ്റിയതുപോലെ ഇവിടെ പറയുന്നു, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം, എൻ്റെ അതിർ വിസ്താരമാക്കണം, അങ്ങയുടെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എൻ്റെ പേര് വ്യസനമെന്നാണ്, എൻ്റെ ജീവിതത്തിൽ വരുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന എൻ്റെ തലയിൽ എഴുത്ത്, എൻ്റെ വിധി മാറ്റിത്തരണം, അങ്ങനെ എന്നെ കാത്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ പേര് എബേസ് എന്നാണ്, എൻ്റെ പേര് പോലെ എന്നെ ആക്കരുതേ ദൈവമേ, ഇതിനൊരു മാറ്റം തരണമേ എന്ന് പ്രാർത്ഥിച്ചു എന്നർത്ഥം. ജീവിതത്തിൽ എനിക്ക് ക്ലേശങ്ങളും വേദനകളും ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോകരുതേ എന്ന് പ്രാർത്ഥിച്ചു. അടുത്ത വാക്യത്തിൽ ഇരിക്കുന്നത്, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. തുടക്കത്തിൽ അങ്ങനെ പറയുകയാണ്, അങ്ങനെ എബേസ് തൻ്റെ സകല സഹോദരന്മാരെക്കാളും ഏറ്റവും മാന്യനായി തീർന്നു. വെൽ റെസ്പെക്റ്റഡ്, വെൽ ഓണേഡ്, എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ആളായിത്തീർന്നു. ഒരു ചെറിയ പ്രാർത്ഥന കൊണ്ട്, തകർന്ന ഹൃദയത്തോടുള്ള ഒരു പ്രാർത്ഥന കൊണ്ട്, ലളിതമായ ഒരു പ്രാർത്ഥന കൊണ്ട് തൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു വലിയ അത്ഭുതത്തെയാണ് ഈ 2 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ശക്തിയുണ്ടെന്ന്, ലളിതമായ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ തകർച്ചകൾക്ക്, നിങ്ങളുടെ തകർന്ന ഹൃദയങ്ങൾക്ക്, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക്
ഉത്തരമുണ്ടെന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 5 കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് ഈ കഥയിൽ നിന്ന് ചിന്തിക്കാം. ഒന്ന്, യബ്ബേസിൻ്റെ പേര് തന്നെയാണ്. എക്സ്ട്രാ ഓർഡിനറി നെയിം. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി, യബ്ബേസിൻ്റെ ഐഡൻറ്റിറ്റി വ്യത്യസ്തനായ ഒരു പേര്. എല്ലാവർക്കും ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. നമുക്കെല്ലാവർക്കും ലോകം തന്നിരിക്കുന്ന ഒരു പേരുണ്ട്. ലോകം തന്നിരിക്കുന്ന ഒരു പേരുണ്ട്. അതെന്താണെന്നൊരു പക്ഷേ നമുക്കറിഞ്ഞുകൂടായിരിക്കാം. കുറെ ശ്രദ്ധയോടെ നോക്കിയാൽ നമുക്കറിയാം. കർത്താവ് തന്നെ ചോദിക്കുകയാണ്, മനുഷ്യപുത്രനെ ജനം ആരെന്നാണ് പറയുന്നത്? കർത്താവ് തന്നെ ചോദിക്കുകയാണ്, ജനം ആരെന്നാണ് എന്നെക്കുറിച്ച് പറയുന്നത്? നമ്മളെക്കുറിച്ച്, ഓരോരുത്തരെക്കുറിച്ചും ഈ ലോകം പറയുന്ന ഒരു പേരുണ്ട്. കേരളത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പ്രസിദ്ധമായ ഒരു ചലച്ചിത്രം ഉണ്ടാക്കി. ഒരു മനുഷ്യൻ അരിവിറ്റ് നടന്ന ആളാണ്. എല്ലാവരും അയാളെ അരിപ്രാഞ്ചി എന്ന് വിളിച്ചു. പക്ഷെ അയാൾക്ക് ആ പേരൊട്ടും തൃപ്തിയാവുന്നില്ല. ആ പേര് മാറ്റണമെന്ന ഒറ്റ ലക്ഷ്യത്തിൽ അയാൾ ജീവിക്കുന്നു. അതിനുവേണ്ടി അയാൾ സ്വർണ്ണക്കട നടത്തുന്നു, പല ബിസിനസ്സുകൾ ചെയ്യുന്നു, ഒരുപാട് അദ്ദേഹം അതിനു വേണ്ടി ഓടുന്നു. ഐഡൻറ്റിറ്റിയാണ് പ്രശ്നം. ഒരു വളരെ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ചലച്ചിത്രം, ഹൈലി ഫിലോസഫിക്കൽ. അപ്പോൾ മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മനുഷ്യർ എന്നെ ആരെന്ന് പറയുന്നു? ഒടുവിൽ പത്മശ്രീ അവാർഡിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു. അങ്ങനെയെങ്കിലും എൻ്റെ പേര് മാറും. പക്ഷേ എന്തെല്ലാം അവാർഡുകൾ കിട്ടിയാലും സ്വർണ്ണക്കട നടത്തിയാലും ആൾക്കാർ പറയുന്നത് അരിപ്രാഞ്ചി എന്നാണ്. അരിപ്രാഞ്ചിയുടെ സ്വർണ്ണക്കട എന്നേ പറയൂ. അങ്ങനെയാൾ മനസ്സ് തകർന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് പള്ളിയിൽ നിന്ന് അങ്ങർക്ക് ഒരു വെളിപ്പാട് കിട്ടുന്നതായിട്ടാണ് ആ ചലച്ചിത്രം പറയുന്നത്. ഐഡൻറ്റിറ്റി ക്രൈസിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്നത്തെ കുട്ടികൾ, ഇന്നത്തെ തലമുറ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് വളരെ ഉത്കണ്ഠയുള്ളവരാണ്. ഇന്ന ആളിൻ്റെ മകൻ, ഇന്ന ആളിൻ്റെ മകൾ, അല്ലെങ്കിൽ ഇന്നയാൾ എന്ന് ലോകം പറയുകയാണ്. പേര് നമുക്കൊരു ഐഡൻറ്റിറ്റി തരുന്നു. എന്നാൽ ഈ കഥ എന്താണ് പഠിപ്പിക്കുന്നത്? ഈ ലോകം തരുന്ന ഐഡൻറ്റിറ്റിയെ മാറ്റാൻ ദൈവത്തിന് കഴിയും എന്നതാണ്. ഹല്ലേലൂയ. നമ്മുടെ കരം ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഈ ലോകം തന്നിരിക്കുന്ന പേരിനെ മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്നതാണ് ഈ 2 വചനങ്ങളിലൂടെ പറയുന്നത്. ഈ ലോകം അവന് വ്യസനം എന്ന് പേരിട്ടെങ്കിൽ ദൈവം അവനെ മാന്യനാക്കി തീർത്തു എന്നാണ് പറയുന്നത്. യാക്കോബ് ഉബായി ആയിരുന്നെങ്കിൽ ദൈവം അദ്ദേഹത്തെ ഇസ്രായേലാക്കി. ശീമോൻ, അയഞ്ഞത് എന്നർത്ഥം. യോഹന്നാന്റെ മകനായ ശീമോൻ. യോഹന്നാൻ തൻ്റെ മകന് ശീമോൻ എന്ന് പേരിട്ടു. എന്നാൽ കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ തന്നെ കർത്താവ് അവൻ്റെ ഐഡൻറ്റിറ്റി എടുത്തു കളയുകയാണ്. അവനോട് പറയുകയാണ്, നിനക്ക് പത്രോസ് എന്ന് പേരാകും. ഇതാണ് യേശു. ശീമോനും പത്രോസും തമ്മിലുള്ള അകലത്തിൻ്റെ പേരാണ് യേശു. യേശു ഇന്റർവീൻ ചെയ്യുമ്പോൾ, യേശു ഇടപെടുമ്പോൾ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഇടപെടുമ്പോൾ ആ വ്യക്തിയെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തുന്നു. യെശയ്യാവ് 62:2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, ഞാൻ എൻ്റെ ജനത്തിനൊരു പുതിയ നാമം കൊടുക്കും. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. എത്രയെത്ര തെളിവുകളാണ് നമുക്ക് ബൈബിളിലുള്ളത്. എൻ്റെ പ്രിയ സഹോദര, സഹോദരി, എൻ്റെ പ്രിയ പൈതലേ, യേശു നിന്നിൽ വന്നാൽ നിന്റെ ഐഡൻറ്റിറ്റി മാറും.
അതിനുവേണ്ടി നീ ഒരിടത്തും പോകണ്ട, ഒരു പണവും ചെലവഴിക്കണ്ട, ആരെയും കാല് പിടിക്കണ്ട, ഒരു മനുഷ്യനിലും ആശ്രയിക്കണ്ട. യേശു വന്നാൽ, യേശു ഇന്റർഫിയർ ചെയ്താൽ, യേശുവിനെ നിന്റെ ഉള്ളിലാക്കിയാൽ നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. യബ്ബേസ് മാന്യനായതുപോലെ. ഞാൻ പണ്ട് കാലത്ത് ആന്ധ്രാപ്രദേശിൽ അടിക്കടി പ്രസംഗിക്കാൻ പോകുമായിരുന്നു. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഉള്ള വലിയ വലിയ പട്ടണങ്ങളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതിനേക്കാൾ ആന്ധ്രാപ്രദേശിലെ പട്ടണങ്ങളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ഒരു കാലത്ത്. അവിടെ പോകുമ്പോൾ അവിടെ പ്രസിദ്ധമായ പാട്ടുകൾ, തെലുങ്ക് പാട്ടുകൾ പാടി അന്ന് ദൈവത്തെ സ്തുതിച്ചിരിക്കുന്നത് യേസന്ന എന്ന് പറയുന്ന ഒരു കർത്തൃദാസനാണ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. തമിഴ്നാട്ടിൽ ഫാദർ ബർഗ്മാൻസ് പാടുന്നത് പോലെ യേസന്ന ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് ഭാഷയിലെ പാട്ടുകളിൽ വളരെ പ്രസിദ്ധനാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. ആരാണ് ഇദ്ദേഹം? ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലെ ഒരു പയ്യൻ തൻ്റെ 10ാമത്തെ വയസ്സിൽ സുബോധം നഷ്ടപ്പെട്ടു, ഭ്രാന്തനായി തീർന്നു. 11ാം വയസ്സിൽ വീട് വിട്ടിറങ്ങി അലഞ്ഞു നടന്നു. ചവറുകൂനകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, റോഡ് സൈഡിൽ ഉറങ്ങി, റെയിൽവേ സ്റ്റേഷനിൽ രാത്രി ഉറങ്ങി. 6 വർഷം നെല്ലൂർ പട്ടണത്തിൽ, ഞാൻ നെല്ലൂരിൽ ഒരുപാട് സമയം പോയി പ്രസംഗിച്ചിട്ടുള്ളതാണ്. നെല്ലൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഈ പയ്യൻ ഭ്രാന്തനായിട്ട് അലഞ്ഞു നടന്നു. തൻ്റെ അമ്മ ഒരു സാധുവായ റോമൻ കത്തോലിക്ക വിശ്വാസിയാണ്. തൻ്റെ അപ്പൻ ഒരു ഹിന്ദുവും. ആദ്യത്തെ 3 മക്കൾ ഈ സ്ത്രീക്ക് മരിച്ചു പോയിരുന്നു. 4ാമത്തെ മോൻ ജനിച്ചപ്പോഴും അതേ രോഗം ഈ മോനെ ബാധിച്ചു. ആ നാട്ടിലെ ഒരു കത്തോലിക്ക പള്ളിയിൽ ഈ അമ്മ ഈ കുട്ടിയെ കൊണ്ടുപോയി. അന്ന് അവിടെ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു, വില്യം ബൗട്ടർ എന്നായിരുന്നു ആ ബിഷപ്പിൻ്റെ പേര്. ആ ബിഷപ്പിൻ്റെ അടുക്കൽ ഈ കൈക്കുഞ്ഞിനെ കൊണ്ട് കൊടുത്ത് ഈ അമ്മ കരഞ്ഞു കരഞ്ഞ് പറഞ്ഞു. ബിഷപ്പ് ഈ കുഞ്ഞിനെ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവനൊരു വലിയ മനുഷ്യനാകും, ഇവനൊരു ദൈവം മനുഷ്യനാകും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് തിരിച്ചു കൊടുത്തു. ഈ കുട്ടിയാണ് ഇപ്പോൾ 10 വയസ്സായപ്പോൾ ഭ്രാന്തനായി തീർന്നത്. എന്നാൽ ഈ അമ്മ തൻ്റെ വിശ്വാസം ത്യജിച്ചില്ല. വെറും കത്തോലിക്ക വിശ്വാസിയായ ഈ പാവപ്പെട്ട ഈ ഗ്രാമവാസിയായ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഈ മകൻ ഭ്രാന്തനായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. 6 വർഷം അലഞ്ഞു തിരിഞ്ഞ് നടന്നു. ഒരു ദിവസം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ റോഡ് സൈഡിലുള്ള ഒരു വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടക്കുകയാണ്. ഏതോ ഒരു വീട്ടിൽ ഈ ഭ്രാന്തനായ കുട്ടി ആ വീട്ടിലേക്ക് ഓടി കയറിപ്പോയി. ആ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. കുറേ സമയം ആ കുടുംബ പ്രാർത്ഥന ഇരുന്നിട്ട് അവൻ ഇറങ്ങിപ്പോയി. അങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ തൻ്റെ മുൻപിൽ അദ്ദേഹം പറയുന്നത് ശക്തമായ ഒരു പ്രകാശം കണ്ടു. ആ പ്രകാശത്തിൻ്റെ നടുവിൽ ഈ പയ്യൻ യേശുക്രിസ്തുവിൻ്റെ രൂപം കണ്ടു. എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ താൻ നടന്നത് തൻ്റെ സ്വന്തം വീട്ടിലേക്കായിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ തനിക്ക് നല്ല സുബോധമുള്ളതായി തോന്നി. അപ്പനെയും അമ്മയും മനസ്സിലായി. അന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങി. തുടർന്ന് ആ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു പാസ്റ്ററെ പോയി കണ്ടു. ആ പാസ്റ്റർ ഈ പയ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. കുറേ സമയം ആ പാസ്റ്ററെ കൂടെ നിർത്തി. പിന്നെ ഒരു ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ അയച്ചു. തുടർന്ന് അദ്ദേഹം ഒരു ചെറിയ സഭ ആരംഭിച്ചു. ഒരു ചെറിയ വില്ലേജിൽ ഒരു ഷെഡ് കെട്ടി ഒരു ആരാധന തുടങ്ങി. കുറേശ്ശെ ജനങ്ങൾ വരാൻ തുടങ്ങി. വരുന്നവരെല്ലാം അത്ഭുത രോഗശാന്തി അനുഭവിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ആ മിനിസ്ട്രിക്ക് ഒരു പേരിട്ടു, ഹോശന്ന മിനിസ്ട്രി എന്ന്. ചെറിയ ചെറിയ ഗാനങ്ങൾ എഴുതാൻ തുടങ്ങി. 1300ഓളം ഗാനങ്ങൾ എഴുതി.
അദ്ദേഹം 2012 തൻ്റെ 67-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ 1500ഓളം സഭകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഹോസന്ന മിനിസ്ട്രിയാൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു. ലളിതമായ ആത്മാർത്ഥ ഹൃദയത്തോടുള്ള ഒരു അമ്മയുടെ പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥിക്കൂ, നിർത്താതെ പ്രാർത്ഥിക്കൂ. 6 വർഷം ഭ്രാന്തനായ ഒരു മോന് വേണ്ടി പ്രാർത്ഥിച്ച കഥയാണ്. ഭ്രാന്തനെ പോലെ നിങ്ങളുടെ മക്കൾ അലിഞ്ഞു തിരിയുകയാണോ? അത്ഭുതങ്ങളെ നിങ്ങളും കാണും. ഇത്രയും മനോഹരമായി പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വചനം ബൈബിളിലുണ്ടോ? മത്തായി 6:6 പറഞ്ഞിരിക്കുന്നത് പോലെ യേശു പറയുകയാണ്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം. പ്രാർത്ഥിക്കേണ്ടവൻ പുരോഹിതനാണ്, അതും മഹാപുരോഹിതനാണ് പ്രാർത്ഥിക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി, സാധാരണക്കാരനല്ല. എവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അതിവിശുദ്ധ സ്ഥലത്താണ്. അതിവിശുദ്ധ സ്ഥലത്ത് എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത്? അതിനുവേണ്ടി ഒരുപാട് ചടങ്ങുകളും ആചാരങ്ങളുമുണ്ട്. അങ്ങനെ തിരശ്ശീലയ്ക്ക് അപ്പുറത്തുള്ള അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ കയറി ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യേണ്ടതാണ് യഥാർത്ഥമായ യഹൂദ പ്രാർത്ഥന. പക്ഷെ യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ വിപ്ലവകരമായ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. യേശു പറയുകയാണ്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അറയിൽ കടക്കുക. അതിനുവേണ്ടി നീ ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലം തേടിപ്പോകേണ്ട കാര്യമില്ല. നിന്റെ വീട്ടിലെ ആ ചെറിയ അറയാണ് നിന്റെ അതിവിശുദ്ധ സ്ഥലം. ഹല്ലേലൂയ. നീയോ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അറയിൽ കിടക്കുക, വാതിൽ അടയ്ക്കുക. അതാണ് തിരശ്ശീല. നിന്റെ മുറിയിൽ അറയുണ്ടെങ്കിൽ, നിന്റെ മുറിയിൽ ഒരു വാതിലുണ്ടെങ്കിൽ അത് തന്നെയാണ് തിരശ്ശീല. വാതിലടയ്ക്കുക. എന്നിട്ട് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് നീ പ്രാർത്ഥിക്കുക. രഹസ്യത്തിലുള്ള നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഹല്ലേലൂയ. ഇതിലും മനോഹരമായി പ്രാർത്ഥനയെക്കുറിച്ച് പറയാനോ പഠിപ്പിക്കാനോ ഒരു വചനമുണ്ടോ എൻ്റെ പ്രിയ സഹോദര സഹോദരി? ഇതിലും മനോഹരമായി ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാമെന്നാണ്. രഹസ്യമായി പ്രാർത്ഥിക്കാൻ ആരുടെയെങ്കിലും സഹായം വേണോ? നീ രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഇതാണ് ലളിതവും ശക്തിയേറിയതുമായ പ്രാർത്ഥന. ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഒരു അമ്മയുടെ ലളിതമായ പ്രാർത്ഥന. അമ്മമാരുടെ പ്രാർത്ഥനയ്ക്കും ശക്തിയുണ്ട് എന്ന് പറഞ്ഞ അപ്പന്മാർ പ്രാർത്ഥിക്കരുതെന്നല്ല, അപ്പന്മാരും ഏറെ പ്രാർത്ഥിക്കേണ്ടതാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കൂ, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കൂ. ഇന്നല്ലെങ്കിൽ നാളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരും. യബ്ബേസ് പ്രാർത്ഥിച്ചു. ഭ്രാന്തൻ എന്ന് പറഞ്ഞ ആളിൻ്റെ ഐഡന്റിറ്റി മാറി. ഇന്ന് യേസന്ന എന്ന് നിങ്ങൾ ആന്ധ്രാപ്രദേശിൽ പോയി വെറുതെ പറയൂ. ആരോടെങ്കിലും പാസ്റ്റർ യേസന്നെ അറിയുമോ എന്ന് ചോദിച്ചു നോക്കൂ. ആരും പറയും ആരാണ് പാസ്റ്റർ യേസന്ന എന്ന്. വെറുതെ ഒന്നൊരു ഗൂഗിൾ സെർച്ച് ചെയ്യൂ, ആരാണ് പാസ്റ്റർ യേസന്ന. ഇതിൻ്റെ പാട്ടുകൾ പരിശോധിക്കൂ. ആന്ധ്രയിൽ ഏറ്റവും അറിയപ്പെടുന്ന, ദ മോസ്റ്റ് പോപ്പുലർ, ഏറ്റവും അറിയപ്പെടുന്ന ദൈവദാസനായി പാസ്റ്റർ യേസന്ന മാറി. ആയിരക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗുണ്ടൂരിലുള്ള സമ്മേളനത്തിന് ലക്ഷം ജനങ്ങളാണ് വർഷം തോറും പങ്കെടുത്തുകൊണ്ടിരുന്നത്. ലക്ഷം, ആയിരങ്ങളല്ല. ഹു വാസ് ഹി? ആരായിരുന്നു അദ്ദേഹം? ഭ്രാന്തനായി ചവറുകൂനകളിൽ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ഒരു വട്ടനായിരുന്നു, അലഞ്ഞു തിരിഞ്ഞ ആളായിരുന്നു. ഐഡന്റിറ്റിയെ മാറ്റാൻ ദൈവം ശക്തനാണ്. ഈ ദൈവമാണ് എൻ്റെ ദൈവം. ഈ ദൈവമാണ് നിങ്ങളുടെ ദൈവം. ഈ ദൈവമാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വാസം കുറഞ്ഞു പോകരുത്. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ.
രണ്ടാമത് യബ്ബേസിനെ കുറിച്ച് ഇവിടെ പറയുന്നത്, അദ്ദേഹം എന്താണ് പ്രാർത്ഥിച്ചത്? ദൈവമേ, നിശ്ചയമായും എന്നെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. നമ്മളിന്ന് വായിച്ച സുവിശേഷ വേദഭാഗം, യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും, മത്തായി 7:7. എഫേസ്യർ 3:20 പറയുന്നു, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യാൻ കഴിയുന്ന ദൈവശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നു. ഉൽപ്പത്തി 1:28 പറയുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആദ്യമായി അവരെ അനുഗ്രഹിച്ചു. ആദ്യമായി മനുഷ്യനോട് ദൈവം പറഞ്ഞ വാക്കുകൾ അനുഗ്രഹത്തിന്റെ വാക്കുകളാണ്. യബ്ബേസ് പറയുകയാണ്, എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണമേ. യാക്കോബ് പറയുകയാണ്, എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ വിടുകയില്ല ദൈവമേ. ആവർത്തന പുസ്തകം 10:8 പറയുന്നു, ലേവ്യരെ ദൈവം തിരഞ്ഞെടുത്തത് തന്നെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാനാണ്. നമ്മുടെ ഓരോ ആരാധനകളുടെയും അവസാനം നമ്മൾ പറയുന്ന വാക്ക് ആശീർവാദം എന്ന് പറയുന്നത് അനുഗ്രഹമാണ്. അനുഗ്രഹമാണ്. ആരാധനയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അനുഗ്രഹമാണ്. ഓരോ ക്രിസ്തീയ ആരാധനകളുടെയും ഏറ്റവും ഉന്നത ഭാവം എന്ന് പറയുന്നത് അനുഗ്രഹമാണ്. അനുഗ്രഹം, 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 അനുഗ്രഹം. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം, മക്കളെ അനുഗ്രഹിക്കുന്ന ദൈവം, സമ്പത്തിനെ അനുഗ്രഹിക്കുന്ന ദൈവം, ആരോഗ്യത്തെ അനുഗ്രഹിക്കുന്ന ദൈവം. കാരണം ആരാധനയുടെ ആശീർവാദം അതാണ്. അദ്ദേഹം പറയുകയാണ്, നിശ്ചയമായും എന്നെ അനുഗ്രഹിക്കണമേ. നിങ്ങൾക്ക് ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങളെ കാണും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മ കാണും. നിങ്ങൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട ഒരു 3 പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ കാണും. ഒരുപാട് കാണുമെങ്കിലും ഒരു 3 പ്രാർത്ഥനാ വിഷയങ്ങൾ. അങ്ങനെ ഒരു 3 പ്രാർത്ഥനാ വിഷയങ്ങൾ ഓർമ്മയുള്ളവർ കൈ ഉയർത്തിയേ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ. ഞാൻ നിങ്ങൾക്ക് 2 മിനിറ്റ് സമയം, 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് തരികയാണ്. എല്ലാവരും ലളിതമായിട്ട് ആ പ്രാർത്ഥനയെ കർത്താവിനോടൊന്ന് പറഞ്ഞ് അവരവർ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ്, കർത്താവേ, നമ്പർ 1, ഇതാണ് എൻ്റെ വിഷയം ദൈവമേ. നമ്പർ 2, കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ. നമ്പർ 3, ഇതാണ് കർത്താവേ, യേശോപ്പാ, അപ്പാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും അവിടുന്ന് കേട്ടതിനാൽ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യബ്ബേസിൻ്റെ പ്രാർത്ഥനയുടെ 3ാമത്തെ പ്രത്യേകത എന്താണ്? അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എൻ്റെ അതിര് വിസ്താരമാക്കണമേ. എൻലാർജ് മൈ ടെറിറ്ററി. ഈ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ കൂടുതൽ സ്വാധീനത്തിനും ദൈവത്തെ സേവിക്കുന്നതിനുമുള്ള അവസരങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹത്തെ സൂചിപ്പിക്കുകയാണ്. എൻ്റെ അതിർ വിസ്താരമാക്കണമേ. തൻ്റെ ജീവിതത്തെ വിപുലീകരിക്കാൻ വേണ്ടി യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇടുങ്ങിയിരിക്കുന്നു ദൈവമേ, എൻ്റെ പേര് തന്നെ വ്യസനം, ഞാൻ ഇടുങ്ങിയിരിക്കുന്നു ദൈവമേ. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്കായി വളരാനും ഉപയോഗിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ഒരു ഹൃദയത്തെ ഇത് പ്രതിഫലിപ്പിക്കുകയാണ്. വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും വിശ്വാസികളാണ്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലും കൂടുതൽ സ്വാധീനത്തിനായി ദൈവത്തോട് അപേക്ഷിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. വ്യക്തിപരമായ നേട്ടത്തിനല്ല, ദൈവരാജ്യം മുന്നോട്ട് കൊണ്ടുപോകാനായി. യെശയ്യാപ്രവചനം 54-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ വായിച്ചു നോക്കുവിൻ. യെശയ്യാവ് 54:2-3 അവിടെ പറയുന്നു, നിന്റെ കൂടാരത്തിൻ്റെ സ്ഥലത്തെ വിശാലമാക്കുക,
നിന്റെ നിവാസങ്ങളുടെ തിരശ്ശീലകളെ അവർ നിവർക്കട്ടെ. തടുത്തു കളയരുത്. നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കും. ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കും. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോവുകയില്ല. ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോവുകയില്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറന്നുപോകും. നിന്റെ വൈധവ്യത്തിലെ നിന്ന നീ ഇനി ഓർക്കുകയുമില്ല. നിന്റെ കൂടാരത്തിൻ്റെ സ്ഥലത്തെ വിശാലമാക്ക്. നിന്റെ നിവാസങ്ങളുടെ തിരശ്ശീലകളെ അവർ നിവർക്കട്ടെ. നീ തടുക്കരുത്. Let it be enlarged. എൻ്റെ അതിരിനെ വിസ്താരമാക്കണമേ. നമ്മുടെ അതിരുകളെ വിസ്താരമാക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. നാലാമത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത, അദ്ദേഹം പറയുകയാണ്, ദൈവമേ അങ്ങയുടെ കൈ എന്നോടൊപ്പം ഇരിക്കണമേ. ദൈവ സാന്നിധ്യവും ദൈവ സംരക്ഷണത്തിന് വേണ്ടിയും അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 121 നമുക്കറിയാം. അവിടെ പറയുന്നു, നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. നീ പോകുമ്പോഴും വരുമ്പോഴും ദൈവം പരിപാലിക്കുമെന്നർത്ഥം. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ കർത്താവ് യേശു തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ, അവസാനത്തെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുകയാണ്. പറയാണ്, പിതാവേ, ഇവരെ ഈ ലോകത്തിൽ നിന്ന് എടുത്തു കളയണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ദുഷ്ടനിൽ നിന്ന് ഈ ലോകത്തിൽ അവരെ സംരക്ഷിച്ചു കൊള്ളണമേ. യേശു പ്രാർത്ഥിച്ചതാണ്. എന്തുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ കഷ്ടങ്ങൾ, അനർത്ഥങ്ങൾ? യേശു തന്നെ പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. ഈ ലോകത്തിൽ നിന്ന് അവരെ, ഈ ദുഷ്ടലോകത്തിൽ നിന്ന് അവരെ എടുത്തു കളയണമെന്നല്ല, മറ്റൊരു ലോകത്തിൽ അവരെ ആക്കണമെന്നല്ല. നോട്ട് ടു ബി അതർവേർഡ്ലി ബട്ട് ഇൻ ദി സെയിം വേൾഡ് ഓഫ് ഈവിൾ. ഈ ദുഷ്ടലോകത്തിൽ തന്നെ അവരെ ദുഷ്ടനിൽ നിന്ന് സംരക്ഷിച്ച് നടത്തണമേ. ഹല്ലേലൂയ. അനർത്ഥങ്ങളുണ്ട്, എന്നാൽ അതിൻ്റെ നടുവിലൂടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ എന്നെ നടത്തണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അങ്ങയുടെ കൈ എന്നോടൊപ്പം ഇരിക്കണമേ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് നടക്കാൻ പ്രാർത്ഥിക്കണം. ഞാൻ എഴുതിയൊരു പുസ്തകമാണ് ഒപ്പം. ഒപ്പം, ദൈവത്തോടൊപ്പം നടക്കുന്നതാണ് ആ പുസ്തകത്തിൻ്റെ പ്രധാന വിഷയം. ഞാൻ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ഹാനോക്കിനെ പോലെ, നോഹയെ പോലെ അങ്ങയോട് ചേർന്ന് നടക്കാൻ എന്നെ സഹായിക്കണമേ എന്ന്. ഒരാഗ്രഹമാണ്. എന്താഗ്രഹവും പ്രാർത്ഥിക്കാമല്ലോ നമുക്ക്. അന്ന് ഞാൻ കരുതിയത് ഹാനോക്കും നോഹയും മാത്രമാണ് ദൈവത്തോടൊപ്പം നടന്നത് എന്നാണ്. പക്ഷെ പിന്നെ ഞാൻ ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലായി, ബൈബിളിലുള്ള എല്ലാ നേതാക്കന്മാരും ദൈവത്തോടൊപ്പം നടന്നവരാണ്. ദൈവത്തോടൊപ്പം നടന്നവരുടെ ചില കഥകളാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ അത് തന്നെ ഞാൻ നിങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവ സാന്നിധ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നും ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ പുസ്തകം ഞാൻ എഴുതി അവസാനിപ്പിക്കുന്നത് ബ്രദർ ലോറൻസ് എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്യാസ വര്യനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നത്. ബ്രദർ ലോറൻസ് ദൈവ സാന്നിധ്യം വഹിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതും കൂടെ നിങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. സർവദാ സർവേശ സന്നിധിയിൽ എന്ന് പറഞ്ഞ് ശ്രീരാമകൃഷ്ണ മഠം ആ പുസ്തകം മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നു. ലോറൻസ് എന്ന സഹോദരൻ്റെ പുസ്തകം. അതിൽ നിന്നാണ് ഞാനതിൻ്റെ പ്രസക്ത ഭാഗങ്ങളും എടുത്തിരിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ സന്യാസവര്യൻ ഒരു മഠത്തിലെ, ഒരു ക്രൈസ്തവ മഠത്തിലെ, ഒരു ആശ്രമത്തിലെ പ്രധാന കുക്കായിരുന്നു. വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഒരു സെമിനാരിയിലും പഠിക്കാനെടുത്തില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ഒരു സെമിനാരിയിലും പഠിക്കാനെടുത്തില്ല. സെമിനാരിയിൽ പഠിച്ച്
ഒരു പുരോഹിതനായ സന്യാസിയാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷെ എടുത്തില്ല. പിന്നെ എങ്ങനെയെങ്കിലും മഠത്തിൽ താമസിക്കണമല്ലോ എന്ന് ആഗ്രഹിച്ചപ്പോൾ ആശ്രമവാസിയായി ജീവിക്കാൻ അവിടുത്തെ ഒരു കുക്ക് ആയിട്ടൊരു പോസ്റ്റിംഗ് ഉണ്ട് എന്ന് കേട്ടപ്പോഴാണ് അവിടെ ഒരു കുശിനിക്കാരനായി അദ്ദേഹം ജോയിൻ ചെയ്തത്. ഒരു മഠത്തിലെ എളിയ വേഷവും അടുക്കള ജോലിയും അവിടെ താമസിക്കുന്ന മറ്റ് സന്യാസവര്യന്മാരുടെ ചെരുപ്പ് നന്നാക്കിയും ലോറൻസ് സഹോദരൻ താൻ പോകുന്നിടത്തെല്ലാം ദൈവത്തോടൊപ്പം നടന്നു എന്നാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഞാനിതിനെ മലയാളത്തിൽ പറയട്ടെ. ദൈവമേ, എല്ലാ ചട്ടിയും കലവും കൂടെ കർത്താവേ, ഭക്ഷണമുണ്ടാക്കിയും പാത്രങ്ങൾ കഴുകിയും അങ്ങ് എന്നെയും വിശുദ്ധനാക്കണമേ. ചട്ടിയും കലവും കഴുകുമ്പോൾ ഭക്ഷണമുണ്ടാക്കിയും പാത്രങ്ങൾ കഴുകിയും ജീവിക്കുന്ന എന്നെയും അവിടുന്ന് വിശുദ്ധനാക്കണമേ എന്ന അദ്ദേഹത്തിൻ്റെ ലളിതവും ഹൃദയാംഗവുമായ പ്രാർത്ഥന എല്ലാ ലൗകിക ജോലികളിലേക്കും അദ്ദേഹം ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെ ക്ഷണിച്ചുവെന്ന് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ദൈവ സാന്നിധ്യം പള്ളിയിലെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉടനീളം തുടർച്ചയായി അനുഭവിക്കാമെന്നും സഹോദരൻ ലോറൻസിൻ്റെ ജീവിതം ആ പുസ്തകത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിരന്തരമായ അവബോധം അദ്ദേഹത്തെ സന്തോഷവാനും സമാധാനപരവുമാക്കി ജീവിക്കാൻ സാധിപ്പിച്ചു. ദൈവവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ മറ്റുള്ളവരെ തൻ്റെ ഉപദേശം തേടാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ രചനകളുടെ ശേഖരമായ പ്രാക്ടീസിങ് ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ എങ്ങനെ നമുക്ക് ജീവിതത്തിൽ പ്രായോഗികമാക്കാം, ദൈവസന്നിധിയിൽ ഫലപ്രദമായി ജീവിക്കുന്നതിൻ്റെ ശക്തമായ ഒരു ഉദാഹരണമായി ആ പുസ്തകം നിൽക്കുകയാണ്. മറ്റൊരു വ്യക്തിയെ, ദൈവത്തോട് ചേർന്ന് നടന്ന മറ്റൊരു വ്യക്തിയെ കൂടെ നിങ്ങളോട് പറയട്ടെ. താൻ പോകുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ മൂർത്തമായ സാന്നിധ്യം വഹിച്ചിരുന്ന മറ്റൊരു വ്യക്തിയാണ് ചാൾസ് ഫിന്നി എന്ന ദൈവഭക്തൻ. ഒരവസരത്തിൽ ഒരു വാക്കുപോലും പ്രസംഗിക്കാതെ, ഒരു വാക്കുപോലും ഉരിയാടാതെ ചാൾസ് ഫിന്നി ഒരു ഫാക്ടറി സന്ദർശിക്കുകയാണ്. അദ്ദേഹം ഫാക്ടറിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ബോധ്യത്താൽ അവിടുത്തെ തൊഴിലാളികൾ കരയാനായി തുടങ്ങി. ചാൾസ് ഫിന്നിയെ കണ്ടതേയുള്ളൂ. അദ്ദേഹം വഹിച്ച ദൈവ സാന്നിധ്യത്തിൻ്റെ ശക്തമായ ബോധം കാരണം ഫാക്ടറിയുടെ ഉടമ ഒടുവിൽ ഫിന്നിയോട് പ്രസംഗിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അന്ന് തൊഴിലാളികൾക്കിടയിൽ ഒരു വലിയ ആത്മീയ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു. പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും ജീവിതം നയിക്കുന്നത് ദൈവ സാന്നിധ്യം വളരെ യാഥാർത്ഥമായ ഒരു അന്തരീക്ഷം എങ്ങനെ സൃഷ്ടിക്കാമെന്നും ഈ ചാൾസ് ഫിന്നിയുടെ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അത് വാക്കുകളില്ലാതെ മറ്റുള്ളവരെ സ്പർശിക്കുകയാണ്. ദൈവ സാന്നിധ്യം വഹിക്കുന്നത് കേവലം വ്യക്തിപരമായ ഭക്തി അല്ലെന്നും നമ്മുടെ ഭക്തി കൊണ്ടല്ല അതെന്നും ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പാത്രമാണ് ഫിന്നിയുടെ ജീവിതമെന്നും നമുക്ക് ഒരിക്കൽ കൂടെ മനസ്സിലാക്കി തരികയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യം വഹിച്ച ഒരുപാട് പേരെ വിശുദ്ധ ബൈബിളിൽ മാത്രമല്ല ഈ കാലത്തും നമുക്ക് സാക്ഷ്യമായി ദൈവം നിർത്തിയിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയും ഇതാണ്, ഞാൻ എൻ്റെ മിഷണറിമാരോടൊക്കെ പറയുന്നത് ഇതാണ്: carry the presence of God. ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഓഫീസിൽ ഇരിക്കുമ്പോൾ രാവിലെ പ്രാർത്ഥിച്ചിട്ടിരിക്കുന്നത് അതാണ്: കർത്താവേ, ഈ മുറിയിൽ ആരെല്ലാം വരുന്നുവോ, ഈ കേബിനിൽ വരുന്നവരെല്ലാം അങ്ങയുടെ ശക്തമായ സാന്നിധ്യം അനുഭവിക്കാൻ സഹായിക്കണമേ. മനുഷ്യർക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങളോടുകൂടിയാണ് ആൾക്കാർ എൻ്റെ അടുക്കൽ വരാറുള്ളത്. പല ഡയസിസുകളിലുള്ള പല പല പ്രതിസന്ധികൾ. അവസാനം എല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ചിലപ്പോൾ അവർ തന്നെ പറയും, സാറൊന്ന് പ്രാർത്ഥിക്ക്.
ചിലപ്പോൾ ഞാൻ പറയും നമുക്കൊന്ന് പ്രാർത്ഥിച്ച് പിരിയാം. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയാറുള്ളത് അതാണ്, കർത്താവേ അങ്ങയുടെ സാന്നിധ്യം വഹിച്ചുകൊണ്ട് വരും പോകണമേ. ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നതും അതാണ്. ഈ ആശ്രമത്തിൽ വരുന്ന നിങ്ങളോട് ഞാൻ അപേക്ഷിച്ച് പറയുന്നു, പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യം വഹിക്കുന്നവരായി ജീവിപ്പിൻ. എല്ലാ ദിവസവും ഞാൻ ഈ ആശ്രമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ആശ്രമത്തിന് വേണ്ടി മാത്രമെന്നല്ല, GMയുടെ എല്ലാ ആശ്രമങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഞാൻ വളരെ വിനയത്തോടെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ്, ദൈവമേ ഞങ്ങളുടെ ആശ്രമങ്ങളെല്ലാം അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ട സ്ഥലമായിരിക്കണം. അങ്ങയുടെ ഷേഖേന കൊണ്ട് നിറയ്ക്കണമേ. വരുന്നവരെല്ലാം അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കണമേ. ഗോഡ്സ് പ്രസൻസ്. ഒറ്റ കാര്യമാണ് എബ്ബേസ് പ്രാർത്ഥിച്ചത്, ദൈവമേ അങ്ങയുടെ സാന്നിധ്യത്തിൽ നടക്കാൻ എന്നെ സഹായിക്കണമേ. അതുണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക്. അതിനുവേണ്ടി ആവശ്യം ലളിതമായ ശക്തമായ പ്രാർത്ഥനകളാണ്. ലളിതമായ പ്രാർത്ഥന, എപ്പോഴും പ്രാർത്ഥന, ഉള്ളിലൊരു പ്രാർത്ഥന, ഉറങ്ങാൻ കിടക്കുമ്പോഴും ആ പ്രാർത്ഥന, ലളിതമായ പ്രാർത്ഥന. അതിനുവേണ്ടി പ്രഹസനങ്ങളല്ല ആവശ്യം. മറ്റുള്ളവർ കാണട്ടെ എന്നല്ല, ദൈവത്തോട് കാണിക്കുന്ന പ്രാർത്ഥന. ദൈവമേ തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കുന്നില്ല. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഒരു ആത്മീയ ഗുരുവായിരുന്ന ആളാണ് ചീനിവിള പ്രസംഗിയാർ. ഈ ആശ്രമം ഉദ്ഘാടനം ചെയ്തതും അദ്ദേഹമാണ്. ചായ്ക്കുളത്ത് ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ ഒരു ആരാധനാലയം എൻ്റെ പിതാവ് ഒരു ഷെഡ് കെട്ടി പണിത് തന്നപ്പോൾ അതിനെയും ഉദ്ഘാടനം ചെയ്തത് ചീനിവിള ഡെനിസൺ പ്രസംഗിയാരാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് പലർക്കും അറിയാം. ഒരു ആരവാരങ്ങളുമില്ല, ഒരു ബഹളങ്ങളുമില്ല, ലളിതമായ പ്രാർത്ഥന. ആ പ്രാർത്ഥന കൊണ്ട് എത്ര അത്ഭുതങ്ങളാണ് നടന്നിട്ടുള്ളത്. ശാന്തമായ പ്രാർത്ഥനകൾ, ലളിതമായ പ്രാർത്ഥനകൾ പ്രകൃത്യതീത അത്ഭുതങ്ങളെ കൊണ്ടുവരും. ആ പ്രാർത്ഥന ഒരു വ്യക്തിക്ക് മാത്രമല്ല, നിങ്ങൾക്കെല്ലാവർക്കും. അതിനുവേണ്ടി ചാട്ടവും ബഹളവും ഓട്ടവും ഒന്നും ആവശ്യമില്ല. കരഞ്ഞു പ്രാർത്ഥിക്കുവിൻ. ചീനിവിള ആരാധന ആലയത്തിൽ അന്ന് ഒരു 40 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ ഞാൻ പറയുകയാണ്. ആ കാലത്ത് ആരാധനയിൽ പങ്കെടുത്തിട്ടുള്ളവർ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 40 വർഷങ്ങൾക്ക് മുൻപ് പലരും ഞാൻ പറയാതെ തന്നെ കൈ ഉയർത്തുന്നു. അവിടെ പ്രസംഗങ്ങൾക്ക് പ്രസക്തിയില്ല. സ്തോത്രം. ഉണ്ടോ? പ്രസംഗിക്കാൻ വരുന്നവരുണ്ട്, അവർക്ക് പ്രസംഗിക്കാൻ സമയം കൊടുക്കും. 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ്. പൊന്നൂസ് പ്രസംഗിയാരും അങ്ങനെയുള്ള പ്രസംഗിമാരൊക്കെ അവിടെ പ്രസംഗിക്കാൻ വരും. വേലായുധൻ സാറ് നല്ല മലയാള പണ്ഡിതൻ, നന്നായിട്ട് പ്രസംഗിക്കും. വാച്ച് നോക്കും, 15 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റ്. 20 മിനിറ്റ് ഒന്നും കൊടുക്കാറില്ല. ആകുമ്പോൾ പ്രസംഗിയാരും ഇങ്ങനെയും മിണ്ടാതെ അവിടെ ഇരിക്കും. ഇരുന്നിട്ട് പ്രാർത്ഥന കേൾക്കണമേ കർത്താവേയൻ. ഇവിടെ കത്തി പ്രസംഗിക്കുക. പ്രസംഗിക്കുന്നവൻ്റെ കാറ്റ് പോകും. ഷൂ അതിലൂടെ പോയി കസേരയിൽ പോയിരിക്കും. അത്രയും മര്യാദ കിടന്ന് ഞാൻ കാണിക്കാറില്ല. ഞാൻ മര്യാദയ്ക്ക് അടുത്ത് വന്ന് പറയാറേ ഉള്ളൂ നിങ്ങൾ പ്രസംഗം നിർത്തണമെന്ന്. മറ്റത് വളരെ കൂളായിട്ട്, വളരെ ശാന്തമായിട്ട്. ഞാൻ പറഞ്ഞത് ശരിയാണോ? എന്താ പഴയ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും കയ്യേർത്തുന്നത് കേട്ടു നോക്ക് നിങ്ങൾ. പ്രസംഗിയാൽ അവിടെ ഇരുന്നൊരു പാട്ട് പാടും. എത്ര വലിയ പ്രസംഗിയായാലും പ്രസംഗം നിർത്തി വാലും മടക്കി അവിടെ പോയി കസേരയിലിരിക്കും. പ്രസംഗമൊക്കെ 15-20 മിനിറ്റ് കൊണ്ട് നിർത്തിക്കൊള്ളണം. പ്രാർത്ഥനയാണ് പ്രധാനം. പിന്നെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ജനങ്ങളെല്ലാം നിലവിളിച്ച് പ്രാർത്ഥിക്കും. മൈക്രോഫോണില്ല, ഒച്ചകളില്ല, പക്ഷെ പ്രാർത്ഥന സ്വർഗം കേൾക്കും. അങ്ങനെ ഒരു ആത്മീയതയിലേക്ക് ക്രൈസ്തവ സഭ മടങ്ങി വരണം. ക്രൈസ്തവർ മടങ്ങി വരണം. ആരവാരങ്ങളും പ്രഹസനങ്ങളുമല്ല, കണ്ണുനീരോടുള്ള പ്രാർത്ഥന, കണ്ണുനീരിൻ്റെ ആത്മീയത. ഓർത്തഡോക്സ് സഭയുടെ തിരുമേനി ക്രിസോസ്റ്റമോസ് തിരുമേനി പറയും,
കണ്ണുനീരിൻ്റെ ആത്മീയത, സ്പിരിച്വാലിറ്റി ഓഫ് ടിയേഴ്സ്. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കുന്നില്ല. എബ്ബേസ് പറഞ്ഞു, ദൈവമേ നിശ്ചയമായും എൻ്റെ അതിർ വിസ്താരമാക്കണമേ, അങ്ങയുടെ കൈ എന്നോടൊപ്പം ഇരിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ അമ്മ എന്നെ എബ്ബേസ്, വേദന എന്ന് പേരിട്ടിരിക്കുന്നു, എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ പോകുന്നിടത്തെല്ലാം ആൾക്കാർ എന്നെ വേദന എന്ന് പരിഹസിച്ച് വിളിക്കുന്നു, എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ ചെയ്യും, കുടുംബ പ്രാർത്ഥനകൾ ചെയ്യും. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക, പോകുമ്പോഴും വരുമ്പോഴും പ്രാർത്ഥിക്കുക. ഒരു ചോദ്യത്തിന് ഉത്തരവും കൂടെ പറയട്ടെ. നിങ്ങൾ പറയും, അച്ചോ ഒരുപാട് പ്രാർത്ഥിച്ചു, കഴിഞ്ഞ 3 വർഷമായി പ്രാർത്ഥിക്കുന്നു, ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ അർപ്പിച്ച പ്രാർത്ഥനകളും നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീരും സ്വർഗത്തിലുണ്ടെന്നറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക. കർത്താവേ, എൻ്റെ വേദനകളെല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നു, നീ കേട്ടിരിക്കുന്നു, അതിന് മറുപടി വരുമെന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. നിങ്ങൾ അറിയാത്ത വഴിയിലൂടെ ദൈവം നടത്തും. പ്രാർത്ഥിച്ചിട്ടുള്ളവരാരെയും ദൈവം കൈവിട്ടിട്ടില്ല. യിരെമ്യാവിൻ്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. യിരെമ്യാവിൻ്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. 1 യോഹന്നാൻ 5:14-15 വാക്യങ്ങളിൽ പറയുന്നു, ദൈവത്തോടുള്ള അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവെങ്കിൽ അത് ലഭിച്ചുവെന്നും അറിയുന്നു. ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വരുന്നത്? എന്തുകൊണ്ട്? വായി നിങ്ങളുടെ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ, ആഭിചാരങ്ങളോ വലിയ മന്ത്രവാദങ്ങളോ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി അവിടെ പോയി ഇവിടെ പോയി ആ ഹോമം ചെയ്തു ഈ ഹോമം ചെയ്തു, അവിടെ പോയി പ്രാർത്ഥിച്ചു, അവിടെ കൊണ്ട് രൂപ കൊടുത്തു, അവിടുത്തെ എണ്ണ വാങ്ങിക്കൊണ്ടുവന്നു, അവിടുത്തെ ഉപ്പ് വാങ്ങിക്കൊണ്ടുവന്നു. എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ ചെയ്യുന്നത്? അലഞ്ഞു തിരിഞ്ഞ് ഓടണ്ട. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളെ പ്രാർത്ഥിക്കാൻ ഞാൻ പ്രേരിപ്പിക്കുകയാണ്. സ്തോത്രം. ചോദ്യം, എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നു? 3-4 കാര്യങ്ങളെ പറയാം. ഒന്ന് യെശയ്യാപ്രവചനം 53:3 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി കൊലമരത്തിൽ യേശു നമ്മുടെ രോഗങ്ങളെ ഏറ്റെടുത്തു, നമ്മുടെ വ്യാധികളെ ചുമന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 1 പത്രോസ് 2:24, മത്തായി 8:17 പറയുന്നു, യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ അവൻ നമ്മുടെ രോഗങ്ങളെ ഏറ്റെടുത്തു, നമ്മുടെ വ്യാധിയെ ചുമന്നു. ഗലാത്യർ 3:13-14 വാക്യത്തിൽ പറയുന്നത് പോലെ നമ്മുടെ എല്ലാ ശാപങ്ങളും ഏറ്റെടുത്തവൻ ശാപമായി തീർന്ന് നമുക്കുള്ള അനുഗ്രഹം അവൻ തന്നിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അഴിച്ചു. ഇനി ഒന്നും അവിടെ അഴിക്കാൻ വച്ചിട്ടില്ല. പിശാചിൻ്റെ തലയെ അവിടെ നിന്ന് തകർത്തു. ഇരുട്ടിൻ്റെ ശക്തികളെ അവിടെ നിന്ന് മാറ്റി. ലോകത്തിൻ്റെ വെളിച്ചം ലോകത്തിൽ വന്ന് പ്രകാശിച്ചു. 3 റോമലേഖനം 8-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ പറയുന്നു, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? പൗലോസ് ചോദിക്കുന്നു, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു?
ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും തരാതിരിക്കുമോ? അതെന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നു? അത് പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കുന്നു. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് അത് സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവാണത് ചെയ്യുന്നത്. മാത്രമല്ല, അത് ദൈവത്തിൻ്റെ കൃപയാണ്. അങ്ങനെയാണ് ഈ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അവൻ പ്രാർത്ഥിച്ചതിനെ, അവൻ ചോദിച്ചതിനെ ദൈവം അവന് നൽകി. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. മനോഹരമായി അവസാനിപ്പിക്കുകയാണ്. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും അങ്ങയുടെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മൾ അപേക്ഷിച്ചതിനെയും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്തെല്ലാം നന്മകൾ! ഇനിയും ആ ദൈവം നമ്മൾ അപേക്ഷിച്ചതിനെ തരാൻ ശക്തനാണ്. അതിനു വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. ഫിലിപ്പി ലേഖനം 4:6-7 ഞാൻ ഉദ്ധരിച്ചത് അതാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക എത്രയേ വേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം 2 പ്രാവശ്യം UK സന്ദർശിക്കാൻ എനിക്ക് CNA മുഖാന്തരമായി ഒരു അവസരം ലഭിച്ചു. സ്തോത്രം, എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, സാർ തീർച്ചയായിട്ടും വെസ്റ്റ് മിനിസ്റ്റർ ആബി എന്ന ലണ്ടൻ പട്ടണത്തിലെ ഏറ്റവും വലിയ പള്ളിയിൽ പോകണം. അവിടെയാണ് ഡേവിഡ് ലിവിങ്സ്റ്റനെ അടക്കിയിരിക്കുന്നത്. അങ്ങ് ഒരു മിഷണറി ആയതുകൊണ്ട് അത് തീർച്ചയായിട്ടും സന്ദർശിക്കണം. ഇതെൻ്റെ മനസ്സിൽ കിടന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡേവിഡ് ലിവിങ്സ്റ്റനെ അടക്കിയ സ്ഥലത്ത് പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കണം എന്നത്. അതിന് കാരണം, ആഫ്രിക്കയിൽ ആദ്യമായി സുവിശേഷവുമായി പോയ, ഇരുണ്ട ഭൂഖണ്ഡത്തിൽ വെളിച്ചമായ സുവിശേഷം അറിയിച്ച ആളാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ. അവിടെ പോയപ്പോഴാണ് ഡേവിഡ് ലിവിങ്സ്റ്റനെ കുറിച്ച് മനസ്സിലാക്കിയത്. അങ്ങനെ വെസ്റ്റ് മിനിസ്റ്റർ ആബി പള്ളിയിൽ പോയി. ഭീമാകാരമായ ഒരു ആലയമാണ് ലണ്ടൻ പട്ടണത്തിൽ, പാർലമെൻറ്റ് ഹൗസിനോട് ചേർന്നിരിക്കുന്ന ആലയമാണ്. അവിടെ പോയി ഡേവിഡ് ലിവിങ്സ്റ്റനെ അടക്കിയ സ്ഥലം കണ്ടു. അവിടെ അനേകരെ അടക്കിയിട്ടുണ്ട്, മറ്റനേകരും അവിടെ അടക്കപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. അവിടെ പോയി കാണാനിടയായി. അപ്പോൾ ആ സ്ഥലത്ത് പോയപ്പോഴാണ് മനസ്സിലായത് ഡേവിഡ് ലിവിങ്സ്റ്റൺ ആരാണെന്ന് കൂടുതൽ പഠിക്കാനുള്ള ഇടയായി. ആഫ്രിക്കയിൽ മിഷണറിയായി പോയെന്ന് നമുക്കറിയാം. കുറേ വർഷങ്ങൾക്ക് മുൻപ് ലണ്ടനിൽ ഒരു ആഫ്രിക്കയിലുള്ള ഒരു മിഷണറി വന്ന് പ്രസംഗിക്കുകയാണ്. ആഫ്രിക്കയെക്കുറിച്ച് അധികമൊന്നും അറിയത്തില്ല, എന്നാൽ ആഫ്രിക്കയെക്കുറിച്ച് കേട്ടുകേൾവിയും കുറച്ച് വിവരവുമുള്ള ഒരാൾ വന്ന് പ്രസംഗിക്കുകയാണ് ആഫ്രിക്കയെക്കുറിച്ച്. എന്നിട്ട് ഓരോ സെൻറ്റൻസിലും അവസാനം പറയും, ആര് പോകും ആഫ്രിക്കയിൽ, ആര് പോകും, ഹൂ വിൽ ഗോ, ഹൂ വിൽ ഗോ, ഹൂ വിൽ ഗോ എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കും. ആരും ഉത്തരം പറഞ്ഞില്ല. അന്ന് ലണ്ടനിൽ നിന്ന് ആരാണ് ആഫ്രിക്കയിൽ പോവുക? അപ്പോൾ കൊയർ പാടുന്നിടത്തുനിന്ന് ഒരു കൊച്ചു പയ്യൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഐ വിൽ ഗോ. പെട്ടെന്ന് നോക്കി, ഏത് പയ്യൻ? അവൻ പൈപ്പ് ഓർഗന് ഏറ് നിറയ്ക്കുന്ന, ഏറ് നിറച്ചാണ് വായിക്കുന്നത്, ഏറ് നിറയ്ക്കുന്ന ഓർഗനിസ്റ്റിനെ സഹായിക്കുന്ന ഒരു കൊച്ചു അസിസ്റ്റൻ്റ് പയ്യനാണ്. ഓർഗനിസ്റ്റിൻ്റെ ഒരു അസിസ്റ്റൻ്റാണ്. അവൻ പറഞ്ഞു, ഞാൻ പോകാം, ഞാൻ പോകാം, ഞാൻ പോകാം. അവനോട് മുമ്പിലേക്ക് വന്നു. എല്ലാവരും കൂടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവനെങ്ങനെ ചെറുപ്രായത്തിൽ പോകും? അതുകൊണ്ട് അവനോട് ചിലർ പറഞ്ഞു, ആഫ്രിക്കയിൽ അത്യാവശ്യം വേണ്ടത് മെഡിക്കൽ സയൻസാണ്, നീ ഒരു ഡോക്ടറായി പഠിച്ചവിടെ പോകണം. അങ്ങനെ അവൻ മെഡിക്കൽ സയൻസ് പഠിച്ച് ഒരു ഡോക്ടറായി
ആഫ്രിക്കയിൽ പോയി. ആ പയ്യൻ്റെ പേരാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ. ഒരു ചെറിയ തുടക്കത്തിൽ പറഞ്ഞതാണ് ഞാൻ പോകാം എന്ന്. ഡേവിഡ് ലിവിങ്സ്റ്റൺ അവിടെ പോയി പ്രവർത്തിച്ചു. ഡേവിഡ് ലിവിങ്സ്റ്റനെ കുറിച്ച് ഒത്തിരി എഴുതിയിട്ടുള്ള അനുഭവങ്ങളുണ്ട്, ചരിത്രമുണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും ഡയറി എഴുതുമായിരുന്നു. ഡയറി. ഒരിക്കൽ അദ്ദേഹം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഫ്രിക്കയിലുള്ള ഒരു ഗ്രാമത്തിലെ ഗ്രാമത്തലവനും ആൾക്കാരും ചേർന്ന് ഇങ്ങനെ തീരുമാനിച്ചു, ഈ ഡേവിഡ് ലിവിങ്സ്റ്റനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെയും കൊന്നുകളയുക. കാരണം ഇവരിവിടെ വന്ന്, ഈ വെള്ളക്കാരിവിടെ വന്നിട്ട് നമ്മളെ പലതരത്തിൽ ചൂഷണം ചെയ്യുകയാണ്. എന്തോ തെറ്റായ ധാരണകൾ അവരുടെ ഇടയിലേക്ക് വന്നു. അങ്ങനെ കൊല്ലാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ആ ഗ്രാമത്തലവനും കുറേ ആൾക്കാരും ചേർന്ന് ആക്രമിക്കാനായിട്ട് തീരുമാനിച്ചു ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ പ്രവർത്തന സ്ഥലത്തെ. പക്ഷേ ആക്രമിക്കാൻ തീരുമാനിച്ചിരുന്ന ദിവസം അവർ വന്നെങ്കിലും അവർക്ക് ആക്രമിക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ തലവനോട് തന്നെ ഡേവിഡ് ലിവിങ്സ്റ്റൺ സുവിശേഷം പറഞ്ഞു. ഈ ഗോത്രവർഗക്കാരനായ ആഫ്രിക്കൻ തലവൻ തന്നെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ക്രൈസ്തവ വിശ്വാസത്തിൽ വന്നു. അദ്ദേഹത്തോടൊപ്പം ആ ഗ്രാമത്തിലുള്ള എല്ലാവരും വിശ്വാസത്തിൽ വന്നു. അങ്ങനെ ആ ഗ്രാമം മുഴുവനും ക്രൈസ്തവരായി തീർന്നു. ഇതൊരു വലിയ വാർത്തയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇദ്ദേഹം സ്കോട്ട്ലൻഡിൽ വന്ന്, സ്കോട്ട്ലൻഡ് അന്ന് വളരെ ശക്തമായി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജോൺ നോക്സ് പ്രാർത്ഥിച്ചു, ഗീവ് മീ സ്കോട്ട്ലൻഡ് ഓർ ഐ വിൽ ഡൈ. സ്കോട്ട്ലൻഡ് എനിക്ക് വേണ്ടി താ, അല്ലെങ്കിൽ ഞാൻ മരിക്കട്ടെ ദൈവമേ എന്ന് പ്രാർത്ഥിച്ച സ്ഥലമാണ് സ്കോട്ട്ലൻഡ്. ഇന്നും സ്കോട്ട്ലൻഡിലെ സഭ ഇന്ത്യയിലുള്ള സഭകളെ സഹായിക്കുന്നുണ്ട്. ശക്തമായ ഒരു സഭയാണ് സ്കോട്ട്ലൻഡിലെ സഭ. അപ്പോൾ ഡേവിഡ് ലിവിങ്സ്റ്റൺ സ്കോട്ട്ലൻഡിൽ വന്ന് ഒരു പള്ളിയിൽ പ്രസംഗിക്കുകയാണ്. ഈ സംഭവം പറഞ്ഞു. അങ്ങനെ അവിടെയുള്ള കുറേ പേർ ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഇങ്ങനെ ഉപദ്രവിക്കാൻ വന്നു. ഒടുവിലവരെല്ലാവരും രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ആരാധനയെല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ സാധാരണക്കാരായ ആൾക്കാരാണ് ആ സ്കോട്ട്ലൻഡിൽ ആ പള്ളിയിലുള്ള. ഒരു അമ്മച്ചി വന്ന് ചോദിച്ചു, ഡേവിഡ് ലിവിങ്സ്റ്റണോട് ചോദിച്ചു, മോനെ നിനക്ക് ഓർമ്മയുണ്ടോ ഏത് ദിവസമാണ്, എന്നാണ് അവർ ആക്രമിക്കാൻ വന്നതെന്ന് ഓർമ്മയുണ്ടോ? അപ്പോൾ ഡേവിഡ് ലിവിങ്സ്റ്റൺ കൃത്യമായിട്ട് ഈ ഡയറി എഴുതുന്ന സ്വഭാവമുള്ള ആളാണ്. അപ്പോൾ ഇതിനിടയിൽ വേറൊരു സംഭവം കൂടെ നടന്നു. ഈ ഗ്രാമത്തലവൻ രക്ഷിക്കപ്പെട്ടു വന്നല്ലോ. ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ സഭയിൽ ഇപ്പോൾ ഈ ഗ്രാമത്തലവൻ വരികയാണ് ആഫ്രിക്കയിൽ. ഒരു ദിവസം ഡേവിഡ് ലിവിങ്സ്റ്റൺ ചോദിച്ചു, നിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി വന്ന ആളാണല്ലോ, നടന്ന ആളാണല്ലോ, എങ്ങനെയാണ് നിങ്ങൾ രക്ഷിക്കപ്പെടാൻ സുവിശേഷത്തിനോട് പ്രതികരിച്ചതെന്ന് ചോദിച്ചു. ഈ ആഫ്രിക്കൻ ആള് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, അതിനൊരു കഥയുണ്ട്. ഒരു രാത്രിയിൽ ഞങ്ങൾ നിങ്ങളെ കൊല്ലാനായി തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ വാളും വടിയുമായിട്ട് നിങ്ങളുടെ ആസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾ വലിയ സെക്യൂരിറ്റിയെ നിർത്തിയിരിക്കുകയാണ് ഇവിടെ എന്ന് പറഞ്ഞു. ഡേവിഡ് ലിവിങ്സ്റ്റൺ പറഞ്ഞു, ഞങ്ങൾക്കിവിടെ ഒരു സെക്യൂരിറ്റി ഇല്ല. നോ, ഞാൻ എണ്ണി നോക്കി, ജയൻ്റായിട്ടുള്ള ഭീമാകാരമായ 39 പേരെ നിങ്ങളിവിടെ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. അദ്ദേഹം വിചാരിച്ചു ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തതാണ്, ദൈവം സംരക്ഷിച്ചതാണ് എന്ന് പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. ഈ സംഭവമാണ് സ്കോട്ട്ലൻഡിലെ സഭയിൽ ഡേവിഡ് ലിവിങ്സ്റ്റൺ പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, ആഫ്രിക്കയിലുള്ള ഈ ഗോത്രവർഗക്കാരൻ കൂട്ടരും ഞങ്ങളെ കൊല്ലാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാര്യം ചോദിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ട ശേഷം, ക്രിസ്തീയ വിശ്വാസം വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞതാണ്, ഇവിടെ 39 പേരെ ഞാൻ അന്ന് ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയിരുന്നു. അവരെ കണ്ട് ജയൻ്റായിട്ടുള്ള ഭീമാകാരരായിട്ടുള്ള ആൾക്കാരെ കണ്ട് ഞങ്ങൾ പോയി എന്ന് ഡേവിഡ് ലിവിങ്സ്റ്റൺ പറഞ്ഞു. അപ്പോൾ ഈ സ്കോട്ട്ലൻഡിൽ ഈ ചെറിയ പള്ളിയിൽ കേട്ടുകൊണ്ടിരുന്ന ആൾക്കാർ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു അമ്മച്ചി വന്ന് ചോദിച്ചു, ഡേവിഡ് നിൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ടോ എന്നാണ് ആ പർട്ടിക്കുലർ ഡേ, ആ ദിവസം എന്നാണെന്ന് പറയാമോ എന്ന് ചോദിച്ചു.
ഇപ്പം ഡേവിഡ് ലിവിങ്സ്റ്റൺ മരിക്കുന്നത് വരെ ഡയറി എഴുതിയ ആളാണ്. മരണ ദിവസവും എഴുതിയിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, അതെ എനിക്കറിയാം. ഡയറി പരിശോധിച്ചിട്ട് അദ്ദേഹം ഡേറ്റ് പറഞ്ഞു, ഇന്ന ദിവസമാണ് ആ സംഭവം നടന്നത് എന്ന് പറഞ്ഞു. ആ അമ്മച്ചി പറഞ്ഞു, നിൽക്ക്, വെയിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. ഈ പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരുണ്ട്, കുറേ അമ്മച്ചിമാർ, കുറേ അമ്മമാർ, കുറേ പ്രായമുള്ളവർ വന്നിരുന്ന് ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡ് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ആഫ്രിക്കയിലുള്ള ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. നിൽക്ക്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പോയി ബുക്ക് എടുത്തുകൊണ്ട് വന്നു, മറിച്ചു. ഏത് ദിവസമാണോ ഡേവിഡ് ലിവിങ്സ്റ്റൺ പറഞ്ഞത്, ആ ദിവസം അന്ന് പള്ളിയിൽ ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ആഫ്രിക്കയിലുള്ള വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 39 പേരുണ്ടായിരുന്നു. ഇത് എഴുതപ്പെട്ടിരിക്കുന്ന ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ. 39 സാധാരണക്കാരായ ബലഹീനരായ സാധാരണ മനുഷ്യർ വന്നിരുന്ന് ആഫ്രിക്കയിലെ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. കൊല്ലാൻ വേണ്ടി ആഫ്രിക്കക്കാരനായ ഗോത്രവർഗക്കാരൻ്റെ നേതാവും കൂട്ടരും വന്നപ്പോൾ ഭീമാകാരമായ 39 സെക്യൂരിറ്റികൾ ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ആസ്ഥാനത്തിന് ചുറ്റുപാട് നിൽക്കുന്നതായി കണ്ടത്. എബ്ബേസ് പറയുകയാണ്, കർത്താവേ, അങ്ങയുടെ കൈ എന്നോടൊപ്പം ഇരുന്ന് എന്നെ കാത്തുകൊള്ളണമേ. സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥന നമ്മുടെ മിഷണറിമാരെ സംരക്ഷിക്കുന്നു. നിങ്ങളുടെ എളിയ പ്രാർത്ഥന, നമ്മുടെ സഹോദരിമാരിവിടെ വന്നിരുന്ന് ഹന്ന പ്രാർത്ഥന നടത്തുന്നുണ്ട്. പാവപ്പെട്ട സഹോദരിമാർ എളിയ രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. GMI പ്രവർത്തിക്കുന്നത് വലിയ ആൾക്കാരുടെ പണം കൊണ്ടല്ല, എളിയവരുടെ കണ്ണുനീര് കൊണ്ടാണ്, എളിയവരുടെ പ്രാർത്ഥന കൊണ്ടാണ്, എളിയവരുടെ ആത്മാർത്ഥമായ നിലവിളി കൊണ്ടാണ്. ഞാനിത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രതികൂലങ്ങളുടെ നടുവിൽ സഭകൾ പണിയപ്പെടുന്നത്, മിഷണറിമാർ വളരുന്നത്, വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, അതിൻ്റെ കാരണം എളിയവരായ ആൾക്കാരുടെ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, എബ്ബേസ് പറയുകയാണ്, കർത്താവേ, അങ്ങയുടെ കൈ എന്നോടൊപ്പം ഇരുന്ന് എന്നെ കാത്ത് അനുഗ്രഹിച്ചു കൊള്ളണമേ. ഹല്ലേലൂയ. അനർത്ഥങ്ങൾ എനിക്ക് വ്യസന കാരണമാകരുതേ, അനർത്ഥങ്ങൾ വിഷാദത്തിന് കാരണമാകരുതേ, അനർത്ഥങ്ങൾ നിന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകരുതേ. നമുക്കും പ്രാർത്ഥിക്കാം. ഈ വർഷം ലളിതമായ പ്രാർത്ഥനകൾ അർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം. പ്രയാസകരമായ തുടക്കങ്ങളോ വേദനാജനകമായ സാഹചര്യങ്ങളോ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ദൈവത്തിലുള്ള വിശ്വാസവും ലളിതമായ ആത്മാർത്ഥമായ പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്നാണ് എബ്ബേസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനയുടെ ശക്തിയുടെയും ദൈവാനുഗ്രഹത്തിൻ്റെയും മാർഗനിർദ്ദേശത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും തെളിവാണ് എബ്ബേസിൻ്റെ കഥ. ലളിതമായ പ്രാർത്ഥന ഇന്നല്ലെങ്കിൽ നാളെ അത്ഭുതത്തെ കൊണ്ടുവരും. എബ്ബേസിനെ തൻ്റെ എല്ലാ സഹോദരന്മാരെക്കാളും മാന്യനാക്കിയ ദൈവം ജീവിക്കുന്നു. ദൈവം ജീവിക്കുന്നു. എബ്ബേസിൻ്റെ ദൈവം എൻ്റെ ദൈവം, എബ്ബേസിൻ്റെ ദൈവം നിങ്ങളുടെ ദൈവം. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരും. ലളിതമായി പ്രാർത്ഥിക്കുക. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കുന്നില്ല. സ്തോത്രം, 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 സ്തോത്രം. എല്ലാ വേദനകളും ദൈവത്തോട് പറയാം. എന്ത് പ്രാർത്ഥനാ വിഷയത്തോടാണോ നിങ്ങളിന്നിവിടെ വന്നത്, എന്ത് രോഗത്തോടെയാണോ വന്നത്, എന്ത് കടഭാരത്തോടാണോ വന്നത്, ഒരു മനുഷ്യനെയും പ്രസാദിപ്പിക്കേണ്ട കാര്യമില്ല. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലത്. നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത് ഒറ്റ കാര്യത്തിനാണ്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ശക്തമായ പ്രാർത്ഥനകൾ അർപ്പിക്കുക. നിങ്ങളുടെ കണ്ണുനീരിന് ഉത്തരമുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ ദൈവത്തോട് പറയുക. ആമേൻ.
കുറവുകളെ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ വർഷം എൻ്റെ ജീവിതത്തിൽ കർത്താവേ, കുറ്റങ്ങളും കുറവുകളുമുണ്ട്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാം. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറയാം. ചുങ്കക്കാരൻ പറഞ്ഞു, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. പാപമില്ലാത്തവർ ആരും ലോകത്തിലില്ല. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. കരുണ പറയാം, കർത്താവേ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. സ്തോത്രം. എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരും. നീ സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ യാചന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പുത്രന്റെ നാമത്തിൽ, പുത്രന്റെ നാമത്തിൽ ഉത്തരം തരുമെന്നരുളിയോനീ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരും എന്നരുളിയോനീ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശക്തി, നിങ്ങളുടെ വലിയ ശക്തി, കൃപ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ഇന്ന് പകൽ ഒരുപാട് പേര് ഇവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ശാരീരിക രോഗങ്ങളെ ഓർത്ത്, അയ്യോ അപ്പാ, എനിക്കിങ്ങനെ വന്നുപോയല്ലോ, എനിക്കിങ്ങനെ വന്നല്ലോ. ഞാൻ ന്യായത്തോടും നീതിയോടും സത്യത്തോടും അങ്ങയുടെ മുൻപാകെ നടന്നു, എനിക്കിങ്ങനെ വന്നല്ലോ അപ്പാ എന്ന് പറഞ്ഞ് കരയുന്ന ഒരുപാട് പേരുണ്ട്. രഹസ്യമായി വീട്ടിലിരുന്ന് കരയുന്നവരുണ്ട്. പോക്കലും വരവിലും കരഞ്ഞു പോകുന്നവരുണ്ട്. കടഭാരത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. പഴിയും ദുഷിയും നിന്ദകളും നിമിത്തം പുറത്തിറങ്ങി നടക്കാൻ കഴിയാതിരിക്കുന്നവരുണ്ട്. നിങ്ങളുടെ എല്ലാ ഭാരങ്ങളെയും വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നു. ആ ജോലി ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. പ്രാർത്ഥിക്കാൻ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
നിങ്ങളും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിരാശപ്പെട്ടു പോകരുത്. ജീവിതം മതിയെന്ന് ചിന്തിക്കരുത്. ജീവിതത്തെ പഴിച്ച് ശപിക്കരുത്. എബ്ബേസിന്റെ ദൈവം നിന്റെ ദൈവം. അതാണ് നീ കേട്ടുകൊണ്ടിരുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് പ്രതിഫലമുണ്ട്. നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീരിനെ പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. മറുപടി വരിക തന്നെ ചെയ്യും. അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. നിന്റെ വിധിയെ മാറ്റി എഴുതുക തന്നെ ചെയ്യും. ഈ ലോകം നിനക്കിട്ട പേരിനെ കർത്താവ് കീറിക്കളയും, കീറി എറിഞ്ഞുകളയും യേശുവിന്റെ നാമത്തിൽ. പൈശാചിക ശക്തികളെ കർത്താവ് ദൂരെ മാറി നിൽക്കാൻ പറയും. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിനക്കെതിരെയുള്ള ഒരു ആയുധവും ഫലിക്കുകയില്ല. നീ വിളിച്ചപേക്ഷിച്ചാൽ നിനക്ക് ഉത്തരമരുളും. നീ വിചാരിക്കാത്ത അഗോചരമായ വഴികളിലൂടെ ദൈവം നിന്നെ നടത്തും. ഈ വർഷം നീ അത് കാണും. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിക്കാം, നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. നിന്റെ കണ്ണുനീരിനെ കണ്ട ഒരു കർത്താവുണ്ട്. നീ ആശ്രമത്തിൽ വന്നിരുന്ന് കരഞ്ഞ ഇന്നത്തെ കണ്ണുനീർ, ഇന്ന് നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന, സഹോദര സഹോദരി, ദൈവം കേട്ടിരിക്കുന്നു. നിനക്കെതിരെയുള്ള സകല വൻ മതിലുകളും ഇടിഞ്ഞ് തകരുന്ന ഒരു ദിവസമാണ് ഇന്ന്. കണ്ണുനീരിന്റെ മുൻപ് തകർന്നു പോകാത്ത ഒരു മതിലുമില്ല. പ്രാർത്ഥനയുടെ മുൻപിൽ തകർന്നു പോകാത്ത ഒരു ദുഷ്ടശക്തിയുമില്ല. ഒരു ഇരുട്ടിൻ വല്ലമകളും ഇല്ല. നിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ തകരാത്ത ഒരു അന്ധകാര ശക്തിയുമില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞു, അന്ധകാര ശക്തികൾ തകരുന്നത് നിന്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല. യേശു പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചിരിക്കുന്നു. യേശു നിന്റെ ശാപങ്ങളെ കീറിക്കളഞ്ഞിരിക്കുന്നു. യേശു നിന്റെ രോഗങ്ങളെ ഏറ്റെടുത്ത് നിന്റെ വ്യാധിയെ ചുമന്നിരിക്കുന്നു. യേശു സകലത്തെയും ക്രൂശിൽ നിവർത്തിച്ചിരിക്കുന്നു. യേശുവിന്റെ പരമപുണ്യമായ രക്തം നിനക്ക് വേണ്ടി അവസാന തുള്ളി വരെ ഊറ്റി തന്നിരിക്കുന്നു. ആ യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ നിന്നെ മുദ്രയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ എന്ന് വിളി, യേശുവേ എന്ന് വിളി, യേശുവേ എന്ന് വിളി, യേശുവപ്പാ എന്ന് വിളി, വിളി, യേശുവപ്പാ എന്ന് വിളി. അനുഗ്രഹം നിന്റെ മേൽ ചൊരിയട്ടെ. നിനക്ക് നഷ്ടമായത് മടക്കി വരും. നിനക്ക് നഷ്ടപ്പെട്ടത് തിരികെ വരും. നിനക്ക് നഷ്ടപ്പെട്ടു പോയ പണം മടങ്ങി വരും, മടങ്ങി വരും. നീ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിന്നെ വിളിച്ചു കൊണ്ടുവരും. നിന്നെ ചതിച്ചവർ വിളിച്ചു കൊണ്ടുവരും. വിളിച്ചു കൊണ്ടുവരും. കൊണ്ടുവരിക തന്നെ ചെയ്യും. ആമേൻ. ഈ വർഷം മടങ്ങി വരവിന്റെ വർഷമാണ്. ഈ വർഷം മടക്കി തരുന്ന വർഷമാണ്. നഷ്ടമായത് തിരികെ കിട്ടുന്ന വർഷമാണ്. അത്ഭുതങ്ങളുടെ വർഷമാണ്. ആമേൻ. എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണമേ. എന്റെ അതിർ വിസ്താരമാക്കണമേ. അതിർ വിസ്താരമാക്കുന്ന വർഷമാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ നടക്കട്ടെ കർത്താവേ. അങ്ങനെ നടക്കട്ടെ, അങ്ങനെ നടക്കട്ടെ. ആഭിചാര ശക്തികളെ ഞാൻ ശാസിക്കുന്നു. ക്ഷുദ്രപ്രയോഗങ്ങളെ ശാസിക്കുന്നു. മന്ത്രവാദങ്ങളെയും ആഭിചാരികളെയും നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി എല്ലാവരുടെ മേലും വ്യാപരിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരുടെ മേലും അങ്ങയുടെ ശക്തി വ്യാപരിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, 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 സ്തോത്രം ചെയ്യുന്നു. എല്ലാ രോഗങ്ങളും മാറാനായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആമേൻ. രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങൾ വെച്ച് എന്നോട് ചേർന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരം നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കട്ടെ. യേശുപ്പാ, ശരീരത്തിലെ രോഗങ്ങളിൽ ഞങ്ങളുടെ മക്കളെ വിടുവിക്കണമേ. എല്ലാ മൈഗ്രെയിൻ തലവേദനകളെയും സൗഖ്യമാക്കണമേ. അവരുടെ ബ്ലഡ് പ്രഷർ നോർമലാക്കണമേ. അവരുടെ കിഡ്നി രോഗങ്ങൾ സൗഖ്യമാക്കണമേ. ലിവർ രോഗങ്ങളെ സൗഖ്യമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഡയബറ്റിക് നോർമലാകട്ടെ, നോർമലാകട്ടെ. ക്യാൻസറിൻ്റെ ദുഷ്ടശക്തി മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. ഹാർട്ടിൻ്റെ രോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ, സൗഖ്യപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്പോണ്ടിലൈറ്റിസും സൗഖ്യപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ,
യേശുവിൻ നാമത്തിൽ സൈനസൈറ്റിസിൻ്റെ ഇൻഫെക്ഷൻ സൗഖ്യപ്പെടട്ടെ. ഒരുപാട് മരുന്നുകൾ കഴിച്ചു, ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു, വേദനയോടിരിക്കുന്നു. ഇപ്പോഴത് അവർ കരം വെച്ച് പ്രാർത്ഥിക്കുകയാണല്ലോ. ആ മുഖത്തെ കർത്താവ് തൊടണമേ. ആ വേദന ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ട്യൂമറുകളും മുഴകളും അപ്രത്യക്ഷമാകട്ടെ, അപ്രത്യക്ഷമാകട്ടെ. അനാവശ്യ വളർച്ചകൾ അപ്രത്യക്ഷമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ നീരുകളും സൗഖ്യമാകണമപ്പാ, സൗഖ്യമാകണമപ്പാ. എത്രയോ വർഷമായി വിവാഹം കഴിഞ്ഞു, ഒരു പൈതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവമേ അവിടെ നിന്ന് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക ശക്തികളിൽ പിടിപെട്ടിരിക്കുന്നവരുണ്ട്. ക്ഷുദ്രപ്രയോഗങ്ങൾ നിർവീര്യമായി പോകട്ടെ. ആഭിചാര ശക്തികളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ ഭവനങ്ങളിൽ ഞാൻ യേശുവിൻ്റെ പുണ്യാഹ രക്തം പുരട്ടി പ്രാർത്ഥിക്കുന്നു. വിടക്ക് കണ്ണുകളിൽ ഞങ്ങളുടെ മക്കളെ വിടുവിക്കണമേ. വിടക്ക് കണ്ണിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. മാറ്റിക്കൊടുക്കണമേ, മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ കഴിയുന്നില്ല, സ്വപ്നങ്ങൾ കണ്ട് ഭയപ്പെട്ട് നിലവിളിക്കുന്ന രോഗങ്ങൾ മാറിപ്പോകാൻ അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ അടിക്കടിയായിട്ട് ഭയങ്കരമായ നഷ്ടങ്ങൾ ജീവിതത്തിൽ വരുന്നു. നഷ്ടങ്ങൾ, വീഴ്ചകൾ, പരാജയങ്ങൾ, പെട്ടെന്ന് നഷ്ടങ്ങൾ വരുന്നു. പലതും കയ്യിൽ നിന്ന് വീഴുന്നു, ഉടഞ്ഞു പോകുന്നു. അങ്ങനെയൊക്കെയുള്ള നഷ്ടങ്ങൾ വരുന്ന, നഷ്ടപ്പെടുത്തുന്ന ദുർവ്യാശക്തിയെ മാറിപ്പോകാൻ അടിയൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ശക്തി അവരുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. അവർക്ക് വിടുതലുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുപ്പ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾക്കൊരു വിദ്യാഭ്യാസം അനുഗ്രഹിച്ചു കൊടുക്കണമേ, ജോലി അനുഗ്രഹിച്ചു കൊടുക്കണമേ, വിവാഹം നടക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കാൻ ദൈവം അവരെ സഹായിക്കണമേ. ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ജോലി കൊടുക്കണമേ, നല്ലൊരു ട്രാൻസ്ഫർ കൊടുക്കണമേ. പ്രമോഷൻ ലഭിക്കേണ്ടതാണ് ന്യായമായി, പക്ഷെ തടസ്സം നിൽക്കുന്നു. ആ തടസ്സങ്ങളെല്ലാം മാറ്റി അത് ദൈവം നൽകി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ അനാവശ്യമായ സ്ട്രെസ് അനുഭവപ്പെടുന്നവരുണ്ട്, അനാവശ്യമായ ഉത്കണ്ഠകൾ, ആൻസൈറ്റി, യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. ഇന്ന് പകലത് മാറ്റണമേ. ഇന്ന് പകലതിൻ്റെ അവസാനമായിരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അടിയനെ അപേക്ഷിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ഒരു വീടില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ടപ്പാ, അവർക്കൊരു വീട് കൊടുത്ത് സഹായിക്കണമപ്പാ. ഒരു ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ലോൺ അടയ്ക്കാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ. സ്തോത്രം. വസ്തുവകകൾ വിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, വഴികൾ തുറന്നു കൊടുക്കണമപ്പച്ച. കുടുംബ പ്രശ്നം അനുഭവിക്കുന്നവരുണ്ട്, കുറേ നാളുകളായി അവിടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമേ. എല്ലാവരും സമാധാനത്തിൽ ജീവിക്കാൻ ദൈവം അവർക്ക് കൃപ കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. തെറ്റിദ്ധാരണകൾ മാറിപ്പോകട്ടെ. കുടുംബത്തിലെ തെറ്റിദ്ധാരണകൾ, സംശയരോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, സംശയമുണ്ടാക്കുന്ന, തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന ആ ദുഷ്ടശക്തി അവരുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകാനടിയൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. കുറേ നാളുകളായി സാമ്പത്തികമായ ക്ലേശം അനുഭവിക്കുകയാണ്. അതിനൊരു പരിഹാരം കർത്താവേ അവിടെ നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അയൽക്കാരിൽ നിന്ന് കുറേ നാളുകളായിട്ട് പ്രയാസം അനുഭവപ്പെടുന്നവരുണ്ട് കർത്താവേ. അയൽക്കാരിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്നവർ അയൽക്കാരുമായി സമാധാനത്തിലാകട്ടെ, സന്തോഷത്തിലാകട്ടെ. അവിടെയും സമാധാനം ദൈവം കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പേര് അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവേ. ആത്മീയ വളർച്ച നൽകണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. നരിയാണിയോളമല്ല, മുത്തോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയാൽ അങ്ങയുടെ മക്കൾ നിറയപ്പെടട്ടെ, നിറയപ്പെടട്ടെ. ഇന്നിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരിലേക്കും ദൈവശക്തി ഇപ്പോൾ വരട്ടപ്പാ, വരട്ടപ്പാ, നിറയപ്പെടണമപ്പാ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ ദൈവത്തെ ആരാധിക്കാൻ വരും കാലങ്ങളിൽ കൃപ കൊടുക്കണമപ്പാ. കൃപാവരങ്ങളിൽ നിറയപ്പെടണമേ. ദൈവവേല ചെയ്യുന്ന ദൈവവേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുപ്പാ, ദൈവവേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുപ്പാ. അവർ കൃപാവരങ്ങളോടെ അങ്ങയുടെ വേല ചെയ്യണമേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവരിലൂടെ കൃപാവരങ്ങൾ ജ്വലിക്കുന്നത് അവർ കാണട്ടെ. പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ അപ്പാ, കൃപാവരങ്ങളെ ജ്വലിപ്പിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അവർ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ പുറത്തു പോകട്ടെ, അവർ പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ, അവർ പ്രാർത്ഥിക്കുമ്പോൾ ഭവനങ്ങൾ വിടുവിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അടിയൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതെല്ലാറ്റിലും ഉപരി അപ്പാ, ഇവിടെ വന്ന് ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും അങ്ങയുടെ സാന്നിധ്യം വഹിക്കുന്നവരാക്കി മാറ്റണമേ. അങ്ങയുടെ
സാന്നിധ്യം വഹിക്കുന്നവരാക്കി മാറ്റണമേ. ഞങ്ങൾ ബ്രദർ ലോറൻസിനെ കുറിച്ച് കേട്ടു, ഞങ്ങൾ ചാൾസ് ഫിന്നിയെ കുറിച്ച് കേട്ടു, ഡേവിഡ് ലിവിൻസിനെ കുറിച്ച് കേട്ടു. അപ്പാ, ഞങ്ങൾക്ക് മുൻപേ കടന്നുപോയ ഭക്തന്മാർ അങ്ങയുടെ സാന്നിധ്യം വഹിച്ചല്ലോ. അങ്ങയുടെ സാന്നിധ്യം വഹിക്കുന്ന വലിയൊരു സമൂഹം ഇവിടെ നിന്നുണ്ടാകണം അപ്പാ, ഇവിടെ നിന്നുണ്ടാകണമേ. യേശുവിൻ്റെ നാമത്തിൽ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ലല്ലോ. ദൈവ സാന്നിധ്യത്തിൽ നടക്കുന്നവരാക്കി ഇവരെ മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഓൺലൈൻ വഴിയായി ഇന്നത്തെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ എവിടെ ഇരുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും അവരുടെ ഭവനങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കണമേ. അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആസ്മ രോഗത്തോട് പ്രാർത്ഥിക്കുന്നവരെ സൗഖ്യമാക്കണമേ. വലിവ്, ശ്വാസം മുട്ടൽ, അലർജികളെ സൗഖ്യമാക്കണമേ. കഫക്കെട്ടുകളെ സൗഖ്യമാക്കണമേ. അങ്ങനെ കുറെ നാളുകളായി കർത്താവേ രോഗം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ തന്നെ സ്തോത്രം. ഓൺലൈൻ വഴിയായി കേട്ടുകൊണ്ടിരിക്കുന്നവരും വിടുവിക്കപ്പെടാൻ ഇടയാകണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യേശുവേ നന്ദി. അടുത്ത മാസം കടന്നു വരുമ്പോൾ അത്ഭുത സാക്ഷ്യങ്ങളുമായി വരട്ടെ കർത്താവേ. അത്ഭുത സാക്ഷ്യങ്ങളുമായി വരണമേ, സാക്ഷ്യങ്ങളുമായി വരണമേ. ആമേൻ. വിടുതലോന്റെ സാക്ഷ്യങ്ങൾ അവർ പറയട്ടെ കർത്താവേ. ഈ ഒരു മാസം ഒരു വിടുതലിൻ്റെ മാസമാക്കി തീർക്കണമേ. ഒരു വിടുതലിൻ്റെ മാസമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയുടെ ആത്മാവിനെ എല്ലാവർക്കും കൊടുക്കണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനെ കൊടുക്കണമേ. ലളിതമായി പ്രാർത്ഥിക്കാൻ, ശക്തിയേറിയ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ അങ്ങയുടെ മക്കളെ ഒരുക്കണമേ. രാത്രി മുഴുവനും പ്രാർത്ഥിക്കാൻ, പകലുകൾ പ്രാർത്ഥിക്കാൻ. ആമേൻ. ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ, നടക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ, കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ അങ്ങയുടെ മക്കളെ നിറയ്ക്കണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനെ പ്രാപിക്കുക, പ്രാർത്ഥനയുടെ ആത്മാവിനെ പ്രാപിക്കുക. റിസീവ് ദ സ്പിരിറ്റ് ഓഫ് പ്രയർ, റിസീവ് ദ സ്പിരിറ്റ് ഓഫ് പ്രയർ. പ്രാർത്ഥനയുടെ ആത്മാവിനെ പ്രാപിക്കാം. ശക്തമായ പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ സഭകളെ ഉണർത്തണമേ. ഞങ്ങളുടെ ഭാരതത്തെ അനുഗ്രഹിക്കണമേ. ലോകം മുഴുവനും അനുഗ്രഹിക്കണമേ. ഭാരതത്തിൻ്റെ ഓരോ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണമേ. GMI മിഷണറിമാരെ അനുഗ്രഹിക്കണമേ. ഇന്ന് പ്രഭാതത്തിൽ അവരുടെ ആയിരിക്കുന്ന മേഖലകളിലെല്ലാം ദൈവശക്തി ഉണ്ടാകണമേ. മദ്യപാന ആസക്തികൾ മാറിപ്പോകട്ടെ. മദ്യപാനത്തിൻ്റെ കെട്ടുകൾ മാറട്ടെ യേശുവിൻ നാമത്തിൽ. മയക്കുമരുന്നിൻ്റെ ശക്തി ഞങ്ങളുടെ സംസ്ഥാനത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. മയക്കുമരുന്നിൻ്റെ ശക്തികൾ മാറിപ്പോകട്ടെ. മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന കുട്ടികൾ മാനസാന്തരപ്പെട്ട് യേശുവിൻ രക്തത്താൽ കഴുകൽപ്പെട്ട് മടങ്ങി വരട്ടപ്പാ. അവർക്കൊരു വിടുതൽ കൊടുക്കണമപ്പാ. ഞങ്ങളുടെ എല്ലാ കലാലയങ്ങളിൽ നിന്ന് മയക്കുമരുന്നുകൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. വലിയൊരു വിടുതൽ ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ വിടുതൽ നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാം. ഹല്ലേലൂയ. എബേസിൻ്റെ ദൈവം ഞങ്ങളുടെ ദൈവമായതിനാൽ സ്തോത്രം അപ്പച്ച. ഞങ്ങൾ ഇന്ന് കേട്ട വചനങ്ങൾ അപ്പച്ച വെറും വചനങ്ങളായിട്ടല്ല, അത് എല്ലാ ഹൃദയങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ടതിന് ഞങ്ങൾ വിനയമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയങ്ങളിലും ഈ വചനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണമേ. എല്ലാ ഹൃദയങ്ങളിലും ഈ വചനങ്ങൾ ഇടപെട്ടുകൊണ്ടേയിരിക്കണമേ. ഇന്ന് ഈ ആശ്രമം വിട്ട് അങ്ങയുടെ മക്കൾ മടങ്ങിപ്പോകുമ്പോൾ അങ്ങയുടെ വലിയ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടുപോകണമേ. അങ്ങയുടെ കൈ അവരോടൊപ്പം ഇരിക്കണമേ. സംരക്ഷിച്ച് വഴി നടത്തണമേ. ഞങ്ങളിന്ന് കേട്ടതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും പ്രാവർത്തികമായി തീരാനും കാരണമാക്കണമേ. സ്തോത്രം ദൈവമേ, സ്തോത്രം ദൈവമേ, സ്തോത്രം ദൈവമേ. കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കരങ്ങളെ അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ അടിച്ച് കർത്താവിന് കുറേ സമയം നന്ദി പറയാം. നന്ദി, 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 നന്ദി. യേശുവേ നന്ദി, 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 നന്ദി. നന്ദിയോടെ സ്തോത്രം. വെള്ളമോ എണ്ണയോ കൊണ്ടുവന്നവരുടെ എല്ലാം കർത്താവ് അനുഗ്രഹിച്ചു കൊടുക്കണമേ. അത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കണമേ. അത് പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിൽ വിടുതലുണ്ടാകണമേ. അത് കൊണ്ടിട്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിൽ വിടുതലുണ്ടാകണമേ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നമ്മോടെല്ലാവരോടും നമ്മളെന്ന് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കായി ജയം തരുന്ന കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം, സ്തോത്രം. സമാധാനത്തോടെ കടന്നു പോകുവിൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ച് നടത്തട്ടെ. ആമേൻ.